Yes, we are online. എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, റൈറ്റ്. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രോണൗൺസ് ആണ്. പ്രോണൗൺസ്. അപ്പോൾ കോൺസെപ്റ്റ് ബേസ്ഡ് സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ നാലാമത്തെ സെഷനാണിത്. നമ്മൾ ആദ്യം അഡ്ജക്റ്റീവ്സ് പഠിച്ചു, ആഡ്വേർബ്സ് പഠിച്ചു, നൗൺസ് പഠിച്ചു, ഇനി പ്രോണൗൺസ് ആണ് പഠിക്കുന്നത്. ഇതിന് ശേഷവും നമ്മൾ കോൺസെപ്റ്റുകൾ പഠിക്കേണ്ടതുണ്ട്. കോൺസെപ്റ്റ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇനി നമുക്കിപ്പോൾ CGL CHSL എക്സാമിൻ്റെ ഒക്കെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ പിന്നെ ആർട്ടിക്കിൾസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആർട്ടിക്കിൾസ് എന്താണ്, ആർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിൻ്റെ കുറച്ച് റൂൾസ്. അതിനും ഈ പറയുന്ന സെഷന് ഇപ്പോൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആണെങ്കിലും പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, ഈ പറയുന്ന സെഷനിലൊക്കെ നമ്മൾ പറഞ്ഞ റൂൾസ് ഫോളോ ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ആവശ്യമില്ല. അത്രയും സിമ്പിളാണ്. റൂൾസ് പഠിക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക, മാർക്ക് സ്കോർ ചെയ്യുക, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ അങ്ങനെ അതേ റൂൾസ് ഫോളോ ചെയ്താൽ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഈ പ്രോണൗൺസും നൗൺസും അങ്ങനെയല്ല, അത് കുറച്ചുകൂടെ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. റൈറ്റ്, നമുക്ക് നോക്കാം. ഇന്നത്തെ ടോപ്പിക്ക് പ്രോണൗൺസ് ആണ്. പ്രോണൗൺസ്. ഓക്കെ, അപ്പോൾ അതിനെക്കാട്ട് മുമ്പായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് രണ്ട് കാര്യം പറയാനുണ്ട്. ഒന്ന്, ആസ്കർ ഔട്ട് ഫീച്ചർ ഉണ്ട്. ആസ്കർ ഔട്ട് എന്ന് പറയുമ്പോൾ അൺഅക്കാഡമിയുടെ ഒരു ഫീച്ചറാണ്. പ്രിപ്പറേഷൻ്റെ ഇടയ്ക്ക് വരുന്ന സംശയങ്ങൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാം. ഡൗട്ട്സ് ആൻഡ് സൊല്യൂഷൻസ് ഓപ്ഷൻ പോവുക, എന്നിട്ട് ക്ലിക്ക് എ പിക്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഫോട്ടോ എടുക്കാം, എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ അല്ലെങ്കിൽ ഡൗട്ടുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ, എന്താണ്, ഒരു സൊല്യൂഷൻ കിട്ടും. ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ട് വന്നിട്ട് ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് തരും. ഇതുപോലെ കണ്ടില്ലേ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡൗട്ടുകൾ ഇങ്ങനെ ഉണ്ടാവും. അത് എല്ലാം ക്ലിയർ ചെയ്യാൻ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ട് വരും. അതാണ് ആസ്കർ ഔട്ട്. പിന്നെ റേസ് ഹാൻഡ് എന്ന ഫീച്ചർ ഉണ്ട്. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേറ്ററോട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ അത് റിക്വസ്റ്റ് കൊടുക്കണം. റിക്വസ്റ്റ് കൊടുത്തിട്ട് അത് എഡ്യൂക്കേറ്റർ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റൂ, മൈക്ക് വഴി സംസാരിക്കാം. ഇനി പ്ലസ്സിനെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്ലസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എല്ലാം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോഴ്സുകളായിരിക്കും. ലൈവ് ക്ലാസ്സസ് ആണ്, യാതൊരു തരത്തിലുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവില്ല. അൺലിമിറ്റഡ് ആക്സസ് എന്ന് പറയുമ്പോൾ എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടും. ലൈക്ക് എത്ര മാസത്തേക്കാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത്രയും കാലം എല്ലാ കണ്ടൻറ്റും നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആക്സസ് ആയിരിക്കും. വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടാവും, ടെസ്റ്റ് അനാലിസിസ് ഉണ്ടാവും. അത് ബേസ് ചെയ്തിട്ടുള്ള പേഴ്സണൽ ഗൈഡൻസ് വിത്ത് എക്സ്പേർട്ട് ഗൈഡ് ലൈൻസ് വിത്ത് സ്പെഷ്യൽ സ്റ്റഡി ബൂസ്റ്റർ വർക്ക്ഷോപ്സ് ഉണ്ടാവും. പിന്നെ സ്റ്റഡി പ്ലാനർ സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും വിത്ത് ബൈവീക്ലി റിവ്യൂസ്, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ, സ്റ്റഡി മെറ്റീരിയലും സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവും, സ്പെഷ്യലൈസ്ഡ് നോട്ട്സ് ആൻഡ് പ്രാക്ടീസ് സെറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് പ്ലാൻസ് എന്ന് പറയുന്നത് 1 മന്തിനാണെങ്കിൽ 1350 ആണ് പേ ചെയ്യേണ്ടത്. എല്ലാ മാസവും 1350 പേ ചെയ്യുന്നതിന് പകരം 3 മന്ത്സ് 3400, 6 മന്ത്സ് 5400, 1 ഇയർ 6500, 2 ഇയർ 7800 രീതിയിൽ പേ ചെയ്യാം. PCN 10 എന്ന കോഡ് യൂസ് ചെയ്യുമ്പോൾ 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും. PCN 10. അതുപോലെ അവസാനമായിട്ട് പറയാനുള്ളത്, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോണ്ടന്റ് ഏതെങ്കിലും വീഡിയോയിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ, ഇൻഅപ്രോപ്രിയേറ്റ് ഉള്ള അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു വിഷയം വീഡിയോയിൽ കാണുകയാണെങ്കിൽ, ഏതെങ്കിലും വീഡിയോ ഏത് ലേണറിനാണ് ഏത് എഡ്യൂക്കേറ്ററിനാണെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്യണം. ആ വിഷയത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു പ്രൈസ് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്, നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് പ്രോണൗൺ? അപ്പോൾ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നൗൺസ് ആണ്. നൗൺസ് അല്ലേ? സെഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നൗൺസ് എന്ന് പറയുന്ന സെഷനായിരുന്നു. അപ്പോൾ എന്താണ് നൗൺ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു പേരാണ് നൗൺ എന്ന് പറയുന്നത് അല്ലേ? അതിപ്പോൾ വ്യക്തിയുടെ പേരാവാം, വസ്തുവിൻ്റെ പേരാവാം, സ്ഥലത്തിൻ്റെ പേരാവാം, എന്തെങ്കിലും ഒരു ക്വാളിറ്റി, ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയുടെ ഒക്കെ പേരാവാം. പേരാണ് നൗൺ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇനി പ്രോണൗൺ എന്താണ്? ഇവിടെ നോക്കാം. ടിം വർക്ക്സ് ഫോർ ദ ഗവൺമെൻറ്. ടിം വർക്ക്സ് ഫോർ ദ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ടിം ഒരു നൗണാണ് അല്ലേ? ദിസ് ഇസ് എ നൗൺ. അതുപോലെ ഗവൺമെൻറ് എന്ന് പറയുന്നതും ഒരു നൗണാണ്. രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് സെക്കൻഡ് സെൻറ്റൻസ് കൊടുക്കുകയാണ്. ടിം ഇസ് എൻ ഇൻകം ടാക്സ് ഓഫീസർ.
അപ്പോൾ ടിം ഇസ് എൻ ഇൻകം ടാക്സ് ഓഫീസർ എന്ന് വീണ്ടും പറയുന്നതിന് പകരം അല്ലേ, ആദ്യം ടിമ്മിനെ കുറിച്ച് ഗവൺമെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് സർക്കാരിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു രണ്ടാമത്തെ ടിം ഒരു ഇൻകം ടാക്സ് ഓഫീസറുണ്ട്. പക്ഷേ നമ്മളൊരു സ്റ്റോറിയൊക്കെ പറയുമ്പോൾ അല്ലേ, ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് പറയുമ്പോൾ വീണ്ടും ടിമ്മെന്ന് എഴുതേണ്ട ആവശ്യമില്ല. അതിനെന്താ പറയുക, അതിന് പകരം നമ്മൾ ടിമ്മിന് പകരം ഹീ എന്ന് ഇട്ടാൽ മതി അല്ലേ. ടിമ്മിന് റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം അതിന് പകരം ഹീ എന്നിട്ടാൽ മതി, ഡിപ്പെൻഡിങ് ഓൺ ദ ജെൻഡർ. ഇപ്പോൾ ടിം വർക്ക്സ് ഫോർ ദ ഗവൺമെൻറ്, അടുത്തത് ഹീ ഈസ് എൻ ഇൻകം ടാക്സ് ഓഫീസർ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്നൊക്കെ പറയാം. അപ്പോൾ ടിം എന്ന് പറയുന്ന നൗൺ വീണ്ടും ഉപയോഗിക്കാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹീ എന്ന് പറയുന്നത്. അപ്പോൾ ഹീ ആണ് നമ്മുടെ പ്രോനൗൺ എന്ന് പറയുന്നത്. ഹീ ഇസ് ദ പ്രോനൗൺ. ഓക്കെ, അപ്പോൾ എന്താണ് പ്രോനൗണിൻ്റെ ജോലി എന്ന് പറയുന്നത്? ഒരു നൗണിനെ റീപ്ലേസ് ചെയ്യുക. റീപ്ലേസ് എ നൗൺ ടു അവോയ്ഡ് റെപ്പറ്റീഷൻ അല്ലേ, ടു പ്രിവെൻറ്റ് റെപ്പറ്റീഷൻ അല്ലെങ്കിൽ അവോയ്ഡ് റെപ്പറ്റീഷൻ. റിപ്പീറ്റ് ചെയ്യുക, നൗൺ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് വാക്കാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഈ പ്രോനൗൺ ആയിട്ടുള്ള ഹീ റീപ്ലേസ് ചെയ്യുന്ന വാക്ക് ഏതാണ്? ടിമ്മാണ് അല്ലേ. അപ്പോൾ ഈ പ്രോനൗൺ റീപ്ലേസ് ചെയ്യുന്ന ഈ ടിം എന്ന് പറയുന്ന വാക്കിനെ നമ്മളൊരു പേര് വിളിക്കും, ആൻറ്റിസിഡൻ്റ് എന്ന് വിളിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ ഇനി അടുത്ത വരുന്ന ഈ സെഷനിൽ കുറച്ച് കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്ന ടോപ്പിക്സ് പഠിക്കാൻ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ആ ടോപ്പിക്സ് പഠിക്കുമ്പോൾ ഈ ഒരു വാക്ക് നിർബന്ധം അറിഞ്ഞിരിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. ആൻറ്റിസിഡൻ്റ്, ANTECEDENT. ഇതെന്താണ് സംഭവം? ഇത് ക്വസ്റ്റ്യൻ എക്സാമിലും ചോദിക്കാൻ പോകുന്നില്ല, പക്ഷേ ഗ്രാമർ ടോപ്പിക്സ് പഠിക്കാൻ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഈ ആൻറ്റിസിഡൻ്റ് എന്ന് പറയുന്ന സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു പ്രോനൗൺ ഏത് വാക്കിന് പകരമാണോ ഉള്ളത് അല്ലെങ്കിൽ ഏത് വാക്കിനെയാണോ റീപ്ലേസ് ചെയ്യുന്നത്, ആ റീപ്ലേസ് ചെയ്യപ്പെടുന്ന വാക്കാണ് ആൻറ്റിസിഡൻ്റ്. ഇവിടെ അപ്പോൾ ആൻറ്റിസിഡൻ്റ് ആരാണ്? ടിമ്മാണ് അല്ലേ. ടിമ്മാണ് ആൻറ്റിസിഡൻ്റ്. ടിം ഇസ് ദി ആൻറ്റിസിഡൻ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോനൗൺ. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ, മൈൻ, ആസ്, യോസ്, ഹേഴ്സ് അല്ലേ. ഇതൊക്കെ പ്രോനൗൺസ് ആണ്. ഇതൊക്കെ പ്രോനൗൺസ് ആണ്. പ്രോനൗൺസിന് ഡിഫറെൻറ്റ് ഫോംസ് ആണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് പ്രോനൗണിൻ്റെ അല്ലേ. ഞാൻ, ഞങ്ങൾ, നീ. യു എന്നുള്ളത് നീയും ആവാം നിങ്ങളും ആവാം. സിംഗുലറിലും പ്ലൂറലിലും യു തന്നെയാണ് അല്ലേ. പിന്നെ അവൻ, അവൾ, അത്, അവർ, എൻ്റെ, ഞങ്ങളുടെ, നിങ്ങളുടെയും നിൻ്റെയും അല്ലേ. പിന്നെ അവളുടെ. അപ്പോൾ എപ്പോഴും പ്രത്യേകിച്ച് പ്രോനൗണിൻ്റെ കാര്യത്തിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്രോനൗൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മലയാളത്തിലൊന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ കോൺസെപ്റ്റ് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അത് കുറച്ചുകൂടെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിന് ശേഷം നമുക്ക് പറയുമ്പോൾ മനസ്സിലാവും. നോക്കുക, മൈക്ക് മെറ്റ് ജെസ്സി ഇൻ ബോസ്റ്റൺ. ഓക്കെ, മൈക്ക് മെറ്റ് ജെസ്സി ഇൻ ബോസ്റ്റൺ എന്നാണ് പറയുന്നത്. മൈക്ക് ഉണ്ട്, ജെസ്സി ഉണ്ട്. ബോസ്റ്റണും സ്ഥലത്തിൻ്റെ പേരാണ്. മൈക്ക് ഒരു നൗണ്, ജെസ്സി രണ്ടാമത്തെ നൗണ്. വീണ്ടും മൈക്ക് മെറ്റ് ജെസ്സി ഇൻ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നതിന് പകരം മൈക്കിന് പകരം നമുക്ക് ഹീ എന്ന് എഴുതാം. ഹീ അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ഓക്കെ, ഹീ മെറ്റ് ഹെർ ഇൻ എ റെസ്റ്റോറൻറ്റ്. ഇവിടെ പറയുന്നുണ്ട് റോബ് മെറ്റ് ജെയിൻ ബോസ്റ്റൺ, ഹീ മെറ്റ് ഹെർ ഇൻ എ റെസ്റ്റോറൻറ്റ്. ഹീ മെറ്റ് ഹെർ. അവിടെ ഹീ എന്ന് പറയുന്നത് നമ്മൾ റോബിനെ ഉപയോഗിക്കുന്നില്ല. റോബിന് പകരം ഹീ എന്ന് ഉപയോഗിക്കുന്നു, ജെയിന് പകരം ഹെർ എന്ന് ഉപയോഗിക്കുന്നു. അവിടെ ശ്രദ്ധിക്കുക, ഒന്ന് ഹീ. ഈ ഹീ എന്താണ്? അവൻ ആണ്, അവൻ അല്ലേ. അതുകൊണ്ടാണ് മലയാളത്തിൽ പറഞ്ഞു വെക്കാൻ പറയുന്നത്. ഹീ എന്ന് വെച്ചാൽ അവനാണ്. ഇങ്ങനെ മലയാളത്തിൽ പറഞ്ഞു നോക്കിയാൽ ഓരോ പ്രോനൗണും നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ലോജിക്ക് നമ്മളാ ഒരു മെമ്മറിയിൽ നിൽക്കും. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല സ്ഥലത്തും നമുക്ക് കൺഫ്യൂഷൻ പറയും, ഇത് ഏത് പ്രോനൗൺ ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഹീ അവനും, ഹെർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവളെയാണ്, അവൾ അല്ല അവളെ അല്ലേ. അവളെ എന്നാണ് ഹെറിൻ്റെ അർത്ഥം. കൃത്യമായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മലയാളത്തിൽ ഒന്ന് നോക്കുക, മലയാളത്തിൽ അതിൻ്റെ മീനിങ് എന്താണ് ഒന്നൊന്ന് പറഞ്ഞു നോക്കുക. ഇനി ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമുക്ക് പഠിക്കാനുള്ള എല്ലാ പ്രോനൗണും അടങ്ങിയ ഒരു ടേബിളാണിത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുക, ഇതിൽ 3 പേഴ്സൺ ഉണ്ട്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ അല്ലേ. അതിൽ തന്നെ ഒന്ന് സിംഗുലർ എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട്, പ്ലൂറൽ കാറ്റഗറി ഉണ്ട്. സിംഗുലർ ഉണ്ട്, പ്ലൂറൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് ഫസ്റ്റ് സിംഗുലർ നോക്കാം. സിംഗുലറിൽ സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, പൊസസീവ് 3 കാറ്റഗറിയാണ്, സബ് കാറ്റഗറി ആണുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, പൊസസീവ് എന്നൊക്കെ പറയുന്നത്? നമുക്കറിയാം സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒബ്ജക്റ്റ് എന്താ നമുക്കറിയാം. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സെൻറ്റൻസിലെ പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ, സെൻറ്റൻസിലെ പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത്, അതാണ് സബ്ജക്റ്റ് അല്ലേ.
അതുപോലെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസിലെ പ്രവൃത്തി റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്ടിവിറ്റി ആക്ഷൻ റിസീവ് ചെയ്യുന്ന ഒരു സാധനമാണ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്തിനെയാണോ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അതാണ് ഓബ്ജക്റ്റ് അല്ലേ. അപ്പോൾ സബ്ജക്റ്റും ഓബ്ജക്റ്റും. ഒരു പ്രോണൗൺ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ആണെങ്കിൽ അത് സബ്ജക്റ്റ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നതെങ്കിൽ അത് സബ്ജക്റ്റീവ് പ്രോണൗൺ. അല്ലെങ്കിൽ ഒബ്ജക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യേണ്ട പ്രോണൗണാണ് നമ്മൾ ഒബ്ജക്റ്റീവ് പ്രോണൗൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റീവ് പ്രോണൗൺ ആണെങ്കിൽ ആ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ആയിട്ടായിരിക്കും ആ പെർട്ടിക്കുലർ പ്രോണൗൺ ഫങ്ഷൻ ചെയ്യുന്നത് അല്ലേ. ഒബ്ജക്റ്റീവ് പ്രോണൗൺ ആണെങ്കിൽ ആ സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും ഒരു പ്രോണൗൺ ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ട അവസ്ഥയാണ്, കാരണം ഇന്നലത്തെ പ്രശ്നങ്ങൾ വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നോക്കുക. ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ എന്താ വരിക? ഐ അല്ലേ. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐ. സെക്കൻഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ സബ്ജക്റ്റീവിൻ്റെ കേസിൽ യു. ഈ പറയുന്ന സാധനമൊക്കെ സബ്ജക്റ്റ് ആയിട്ട് മാത്രമേ സെൻറ്റൻസിൽ ഉപയോഗിക്കാൻ പറ്റൂ അല്ലേ. തേർഡ് പേഴ്സൺ ആണെങ്കിൽ ഹി, ഷീ, ഇറ്റ്. ഇതൊക്കെ മലയാളത്തിൽ എങ്ങനെ ആലോചിച്ച് നോക്കുക. ഐ ആണെങ്കിൽ ഞാൻ, നീ, അവൻ, അവൾ, അത്. ഇതൊക്കെ സബ്ജക്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുക. ഇനി ഓബ്ജക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാവുക? ഓബ്ജക്റ്റ് ആയിട്ട് മീ ആണ് വരുന്നത്. ഫസ്റ്റ് പേഴ്സൺ ഒബ്ജക്റ്റീവ് സിംഗുലർ. അതായത് മീ എന്ന് വെച്ചാൽ എന്താണ്? എന്നെ. ഇത് എന്നെ. ഇനി യു ആണെങ്കിലോ അതും സബ്ജക്റ്റീവ് ആണെങ്കിലും ഒബ്ജക്റ്റീവ് ആണെങ്കിലും യു തന്നെയാണ് രണ്ടിലും വരുന്നത്. സിംഗുലർ കേസിലാണ് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് പേഴ്സൺ ഇത് നീ ആണെങ്കിൽ ഇതെന്താണ്? ഇത് നിന്നെയാണ്. ഇത് നിന്നെ. ഓക്കെ. അടുത്തത് ഹിം ആണെങ്കിൽ എന്താണ്? അവനെ. ഹിം അവനെ, ഹെർ അവളെ, ഇറ്റ് ഇവിടെ അതിനെയാണ്. കാരണം എന്താണ്? അത് ഓബ്ജക്റ്റീവ് ആണ്. സെൻറ്റൻസിൽ ഓബ്ജക്റ്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഓബ്ജക്റ്റിൻ്റെ പണിയാണ് ചെയ്യുന്നത്, ഫങ്ഷനാണ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി അടുത്തത് പൊസസീവ് എന്നൊരു കേസ് ഉണ്ട്. പൊസസീവ് നമുക്കറിയാം. പൊസസീവിനെ കുറിച്ച് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്. എന്താണ് പൊസസീവ് എന്ന് വെച്ചാൽ? ഓണർഷിപ്പ് കാണിക്കുന്നത് അല്ലേ. ഓണർഷിപ്പ് ഡിനോട്ട് ചെയ്യുന്ന ടൈപ്പ് ഒരു വേർഡാണ് പൊസസീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്പെൻഡ്സ്. അപ്പോൾ നൗൺ ആണെങ്കിൽ പൊസസീവ് നൗൺ അല്ലേ, പ്രോണൗൺ ആണെങ്കിൽ പൊസസീവ് പ്രോണൗൺ. അപ്പോൾ പൊസസീവ് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ ഇങ്ങനെ വരിക? എൻ്റെ. ഇത് മൈയും മൈനും ഒരേ മീനിങ് ആണ്, എൻ്റെ എന്നർത്ഥം, എൻ്റെ. സെക്കൻഡ് പേഴ്സൺ ആണെങ്കിലോ നിൻ്റെ അല്ല, യോറും യോസും നിൻ്റെ. ഹിസ് ആണെങ്കിൽ അവൻ്റെ, ഹേർ ഹേഴ്സ് അവളുടെ, ഇറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ. മലയാളത്തിൽ പറഞ്ഞു നോക്കുക. ഇനി പ്ലൂറലിൻ്റെ കേസ് ആണെങ്കിൽ എന്താണ്? സബ്ജക്റ്റീവ് കേസിൽ ഫസ്റ്റ് പേഴ്സൺ ഞങ്ങൾ, സെക്കൻഡ് പേഴ്സൺ നിങ്ങൾ. നിങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ 50 പേരുണ്ടെങ്കിൽ 50 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ 50 പേര് അല്ലേ, അതാണ് നിങ്ങൾ. തേർഡ് പേഴ്സൺ ആണെങ്കിലോ അവർ, ദേ, അവർ അല്ലേ. ഒബ്ജക്റ്റീവ് ആണെങ്കിൽ ഞങ്ങളെ. ഫസ്റ്റ് പേഴ്സൺ ഞങ്ങളെ, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ഒബ്ജക്റ്റ് ഞങ്ങളെ, നിങ്ങളെ അല്ലേ. നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഞങ്ങളെ ക്ഷണിച്ചു, നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇനി അവരെ കൂടെ ക്ഷണിക്കൂ, അവരെ കൂടെ ക്ഷണിക്കണം. ഓക്കെ, ഞങ്ങളെ ക്ഷണിച്ചു, നിങ്ങളെ ക്ഷണിക്കാൻ വന്നതാണ്, അവരെ കൂടെ ക്ഷണിക്കണം, അവരെ. അടുത്തത് പൊസസീവ് ആണെങ്കിലോ ഞങ്ങളുടെ, നിങ്ങളുടെ ടീച്ചർ അല്ലേ. നിങ്ങൾ 50 പേരുടെ, നിങ്ങളുടെ ടീച്ചർ, അവരുടെ, ദ്യാർ ദ്യാസ്, അവരുടെ. അപ്പോൾ ഇങ്ങനെയാണ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള പ്രോണൗണുകൾ. ഓക്കെ, നമ്മൾ പഠിക്കാനുള്ള എല്ലാ പ്രോണൗൺസും നമ്മുടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, സിംഗുലറും പ്ലൂറലും തരംതിരിച്ചിട്ട്. റൈറ്റ്. ഓക്കെ. The bus leaves in 5 minutes. It is the last one of the day. The bus leaves in 5 minutes. It is the last one of the day. വീണ്ടും the bus എന്ന് പറയുന്നത് നമുക്ക് it എന്ന് യൂസ് ചെയ്യാൻ മതി. അത് അല്ലേ. It is the last one of the day. The boys played well today. They won the match. The boys എന്ന് വീണ്ടും പറയുന്നതിന് പകരം they എന്ന് ഉപയോഗിച്ചാൽ മതി. They ആണ് നമ്മുടെ pronoun. Bin Laden was a terrorist. The soldiers killed him. Killed him. അപ്പോൾ him എന്ന് പറയുമ്പോൾ അതാണ് ഇവിടുത്തെ pronoun. The team stayed back today. They have a match tomorrow. They അല്ലേ. Instead of repeating the team, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേ എന്ന് പറയുന്ന പ്രോണൗൺ യൂസ് ചെയ്യാൻ മതി. ഇവിടെ ശ്രദ്ധിക്കുക, ഈ പ്രോണൗണുകൾ റീപ്ലേസ് ചെയ്യുന്ന ആൻറ്റീസിഡൻറ്റ് എന്ന് പറഞ്ഞ സാധനം ഏതാണ്? ഇവിടെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ആൻറ്റീസിഡൻറ്റ് എന്ന് പറയുമ്പോൾ. എന്താണ് ആൻറ്റീസിഡൻറ്റ്? ആൻറ്റീസിഡൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു സെൻറ്റൻസിൽ ഒരു പ്രോണൗൺ ഏത് വേർഡിനെയാണോ റീപ്ലേസ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ആ റീപ്ലേസ് ചെയ്യുന്ന വാക്കാണ് ആൻറ്റീസിഡൻറ്റ് എന്ന് പറയുന്നത്. ഇത് പഠിച്ചിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇനി വരാൻ പോകുന്ന കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ആൻറ്റീസിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ഇവിടെ ഇറ്റ്
ഈ ഇറ്റ് എന്ന് പറയുന്ന പ്രൊണൗൺ ആരെയാണ് റീപ്ലേസ് ചെയ്തത്? ദ ബസ്സിനെയാണ്. അപ്പോൾ ദ ബസ്സാണ് നമ്മുടെ ആൻറ്റിസിഡൻറ്റ്. ഏത് വേർഡിനെയാണോ റീപ്ലേസ് ചെയ്യുന്നത് അതാണ് നമ്മുടെ പിന്നെ ആൻറ്റിസിഡൻറ്റ്. ഓക്കെ, ഇവിടെ ആൻറ്റിസിഡൻറ്റ് ആരാണ്? ദ ബോയ്സ്. കാരണം ബോയ്സിനാണ് റീപ്ലേസ് ചെയ്യുന്നത്. ഇവിടെ ബിൻ ലാദനാണ് ആൻറ്റിസിഡൻറ്റ് അല്ലേ? ദ ടീം സ്റ്റേറ്റ് ബാക്ക്. ദ ടീമാണ് ഇവിടെ ആൻറ്റിസിഡൻറ്റ്. ബിക്കോസ് ഈ പറയുന്ന പ്രോണൗണുകൾ എല്ലാം റീപ്ലേസ് ചെയ്യുന്നത് ഈ പറയുന്ന വാക്കുകളാണ്. റീപ്ലേസ് ചെയ്യുന്നത് ആരാണോ അതാണ് ആൻറ്റിസിഡൻറ്റ്. ഇനി അടുത്ത് നോക്കുക പേഴ്സണൽ പ്രൊണൗൺ. പേഴ്സണൽ പ്രൊണൗൺ എന്ന് വെച്ചാൽ ദോസ് യൂസ് ഇൻ പ്ലേസ് ഓഫ് പ്രോപ്പർ നൗൺസ് ഓർ അല്ലെങ്കിൽ കളക്റ്റീവ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർ തിങ്സ്. പ്രോപ്പർ നൗൺ അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് ഗ്രൂപ്പിനെയൊക്കെ അതിന് പകരമായിട്ട് റീപ്ലേസ് ചെയ്യുന്ന ടൈപ്പ് പ്രൊണൗൺ ആണ് പേഴ്സണൽ പ്രൊണൗൺ. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ള ടൈപ്പ് പ്രൊണൗൺസ് തന്നെയാണ് പേഴ്സണൽ പ്രൊണൗൺ എന്ന് പറയുന്നത്. ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, യു, ദേ അല്ലേ? ഡോണാസ് ടീച്ചർ സീംസ് നൈസ്. ജസ്റ്റ് ഒരു കാറ്റഗറി മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമില്ല. ഡോണാസ് ടീച്ചർ സീംസ് നൈസ് ബട്ട് ഹി തിങ്സ് ഷീ ഈസ് ഈവിൾ. ഡോണാസ് ടീച്ചർ അല്ലേ? ഡോണാസ് ടീച്ചർ സീംസ് നൈസ് പക്ഷേ ബട്ട് ഹീ തിങ്സ്. അപ്പോൾ ഡോണയാണ് ഹീ ഉദ്ദേശിക്കുന്നത്. ഡോണാസ് ടീച്ചർ എന്ന് വീണ്ടും പറഞ്ഞ പകരം ഷീ എന്ന് പറഞ്ഞിരിക്കുന്നു. ഷീ. ഓക്കെ, ഷീ ഈസ് ഈവിൾ. ഓക്കെ, ഹീ ആൻഡ് ഷീ അവോയ്ഡ് ദ നീഡ് ടു റിപ്പീറ്റ് ഡോണ ആൻഡ് ടീച്ചർ. അപ്പോൾ പേഴ്സണൽ പ്രൊണൗൺസിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർ നൗൺസിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊണൗൺ ആണ് പേഴ്സണൽ പ്രൊണൗൺ. അത്രേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമില്ല. ഇനി ഇത് പേഴ്സണൽ അല്ല, ഇത് പൊസസീവ് ആണ്. പൊസസീവ് പ്രൊണൗൺ ആണ്. പൊസസീവ് pronoun. Okay. A word that replaces a noun or noun phrase and shows ownership. Ownership നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓണർഷിപ്പ് കാണിക്കുന്നത്. ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഏതൊക്കെയാണ്? മൈൻ, എൻ്റേത്, നിൻ്റേത്, അവൻ്റെ, അവളുടെ, ഞങ്ങളുടെ, അവരുടെ, അവരുടെ അല്ലേ? ഓരോ പ്രൊണൗണും മലയാളത്തിൽ പറഞ്ഞു നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്കത് കത്തും. ഓക്കെ, ഇസ് ദാറ്റ് ആൻഡ്സ് കാർ? നോ, ഇറ്റ്സ് മൈൻ അല്ലേ? നോ, ഇറ്റ്സ് മൈ കാർ എന്ന് പറയുന്നതിന് നമുക്ക് മൈൻ എന്ന് പറഞ്ഞാൽ മതി. മൈൻ അല്ലേ? ഇൻസ്റ്റെഡ് ഓഫ് സെയിങ് ഇറ്റ്സ് മൈ കാർ യു ക്യാൻ സേ ഇറ്റ്സ് മൈൻ. അത് എൻ്റെതാണ്. ഓക്കെ, സോ എൻ്റേത്, നിൻ്റേത്, അവൻ്റെ, അവളുടെ, ഞങ്ങളുടെ, അവരുടെ. ഇതാണ് പൊസസീവ് പ്രൊണൗൺ. പൊസസീവ് എന്ന് പറഞ്ഞ പേര് തന്നെ നമ്മൾ ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പൊസസീവ് നൗൺസിൻ്റെ കേസിൽ എന്താണ്? ഓണർഷിപ്പ് കാണിക്കുക. ടു ഷോ ഓണർഷിപ്പ്. പ്രവീൺ ഇസ് വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. പ്രവീൺ ഇസ് എ ഫ്രണ്ട് ഓഫ് മൈൻ അല്ലേ? മൈൻ. പ്രവീൺ ഇസ് എ ഫ്രണ്ട് ഓഫ് മൈൻ എന്ന് പറയാം. ദിസ് ഇസ് ദിശ, ഷീ ഈസ് എ കൊളീഗ് ഓഫ് മൈൻ. ഷീ ഈസ് മൈ കൊളീഗ് എന്ന് പറയുന്നതിൻ്റെ പകരം വേറൊരു പറയുന്ന രീതിയാണ് ഷീ ഈസ് എ കൊളീഗ് ഓഫ് മൈൻ. ഐ എം അജയ്, ഐ എം എ സ്റ്റുഡൻറ്റ് ഓഫ് യോസ്. ഐ എം എ സ്റ്റുഡൻറ്റ് ഓഫ് യോസ്. ഐ എം വൺ ഓഫ് യുവർ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്ന പകരം ഐ എം എ സ്റ്റുഡൻറ്റ് ഓഫ് യോസ് എന്ന് പറയാം. യു ലുക്ക് ലൈക്ക് ദീപിക ആൻഡ് നിഷ. ആർ യു എ റിലേറ്റീവ് ഓഫ് ദ്യാസ് അല്ലെ? ഇതും ഒരു പൊസസീവ് ഫോമാണ്, പൊസസീവ് പ്രൊണൗൺ. ദാറ്റ് ബാഗ് ഇസ് ആസ് ആൻഡ് നോട്ട് ദ്യാസ്. അവരുടെ അല്ല, ഞങ്ങളുടേതാണ് ആ ബാഗ്. ആസ്, ദ്യാസ്, ഇതൊക്കെ മലയാളത്തിലൊന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട ഈ പൊസസീവ് പ്രൊണൗൺ പറയുമ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരിക്കലും എപ്പോസ്ട്രഫി യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ നൗൺസിൻ്റെ കേസിൽ ഇപ്പോൾ രാജേഷിൻ്റെ ബ്രദർ അല്ലെങ്കിൽ രാജേഷിൻ്റെ ബ്രദർ എന്ന് പറയുമ്പോൾ രാജേഷ് ബ്രദർ അല്ലേ? രാജേഷിന് ശേഷം നമ്മൾ എപ്പോസ്ട്രഫി ഇട്ട് എസ് ഇട്ടിട്ട് നമ്മൾ ബ്രദർ എന്ന് പറയും. പക്ഷേ പ്രൊണൗണിൻ്റെ കേസിൽ ഒരു കാരണവശാലും പൊസസീവായിട്ട് പറയുമ്പോൾ എപ്പോസ്ട്രഫി ഉപയോഗിക്കാൻ പാടില്ല. ഷുഡ് നെവർ ബി യൂസ്ഡ്. യോസ്, ഹേഴ്സ്, ആസ്, ദ്യാസ്. ഓക്കെ, അതായത് നിങ്ങളുടെ, നിൻ്റെ, അവളുടെ, ഞങ്ങളുടെ, അവരുടെ. ഈ പറയുന്ന ഒരു പ്രൊണൗണിൻ്റെ കേസിൽ, ഈ പറയുന്ന പ്രൊണൗൺ മാത്രമല്ല ഏത് പ്രൊണൗൺ എടുത്താലും പ്രൊണൗൺ ആണെങ്കിൽ പ്രൊണൗണിൻ്റെ കേസിൽ ഒരു കാരണവശാലും എപ്പോസ്ട്രഫി ഇടാൻ പാടില്ല അല്ലേ? യോർസ്, ഹേഴ്സ്, ഇതിന് ഈ യോറിന് ശേഷം എപ്പോസ്ട്രഫി ഇട്ടാൽ തെറ്റാണ്, അത് ഇടാൻ പാടില്ല. ഐ ആം വിവേക്, ഐ ആം എ സ്റ്റുഡൻറ്റ് ഓഫ് യോസ്, ഇതാണ് കറക്റ്റ്. ഐ ആം എ വിവേക്, ഐ ആം എ സ്റ്റുഡൻറ്റ് ഓഫ് യോസ് എന്ന് പറയുന്നത് തെറ്റാണ്. ഇവിടെ യോറിന് ശേഷം എപ്പോസ്ട്രഫി എസ് ഇടാൻ പാടില്ല. ഷുഡ് നോട്ട് യൂസ് എപ്പോസ്ട്രഫി ഇടാൻ പാടില്ല. ആ കാർ ഇസ് ഓൾഡ്, ഇറ്റ്സ് ബ്രേക്സ് നീഡ് ടു ബി റിപ്പയർഡ്. ഇവിടെ നോക്കുക, ഇറ്റ്സ് ബ്രേക്സ്, ഒരു സെക്കൻഡ്. ഓക്കെ, ഇറ്റ്സ് ബ്രേക്സ് നീഡ് ടു ബി റിപ്പയർഡ്. ഷീ മിസ്പ്ലേസ്ഡ് ഹെർ ഫോൺ ബട്ട് ഷീ തിങ്സ് ഇറ്റ്സ് ഇൻ ദ കാർ. ഇതിലെന്താ ഡിഫറൻസ്? ഇവിടെ ഈ രണ്ട് സെൻറ്റൻസും കറക്റ്റാണ്. ഈ രണ്ട് സെൻറ്റൻസും ഗ്രാമാറ്റിക്കലി കറക്റ്റാണ്. ഒരു സ്ഥലത്ത് ITS ഇട്ടിട്ടുണ്ട്, IT അപ്പോസ്ട്രഫി എസ് ഇട്ടിട്ടുണ്ട്. അതെന്താണ് ഇതിൻ്റെ സംഭവം? ഇത് സെയിം സാധനമാണ്. ഇറ്റ്സ് ബ്രേക്സ്, അതുപോലെ IT അപ്പോസ്ട്രഫി എസ്. ഇത് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ സെൻറ്റൻസിൽ ആ കാർ ഇസ് ഓൾഡ്,
ഇറ്റ്സ് ബ്രേക്സ് നീഡ് ടു ബി റിപ്പയർഡ്. അതിൻ്റെ ബ്രേക്ക് അല്ലേ, അതിൻ്റെ ബ്രേക്സ്, അതായത് കാറിൻ്റെ ബ്രേക്സ് എന്ന് പറയുമ്പോൾ ഇത് പൊസസീവ് ഫോമാണ്. ഇത് പൊസസീവ് ഫോം ആയതുകൊണ്ടാണ് നമ്മൾ ITS എന്ന് മാത്രം ഇട്ടിരിക്കുന്നത്. ITS എന്ന് പറയുമ്പോൾ പൊസസീവ് ഫോം ആയതുകൊണ്ട് ഒരു കാരണവശാലും അപ്പോസ്ട്രഫി ഇടാൻ പാടില്ല. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അതിൻ്റെ എന്നർത്ഥം, അതിൻ്റെ, ഇറ്റ്സ്. പക്ഷേ രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കുകയാണെങ്കിലോ, ഷീ മിസ്പ്ലേസ്ഡ് ഹർ ഫോൺ, ഫോൺ മാറ്റിയിട്ട് എവിടെയോ വെച്ചു അല്ലേ. ബട്ട് ഷീ തിങ്സ് ഇറ്റ്സ് ഇൻ ദ കാർ. ഇവിടെ IT'S എന്ന് പറയുന്ന സാധനം അതെന്താണ്, അത് പൊസസീവ് ഫോം അല്ല, അതിൻ്റെ എന്നല്ല അർത്ഥം. പക്ഷെ എന്താ അർത്ഥം, ഇറ്റ് ഇസ് എന്നർത്ഥം, ഇറ്റ് ഇസ്. അപ്പോൾ IT'S എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അത് ഇറ്റ് ഇസ് എന്നായിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് എന്നായിരിക്കും. ഇത് രണ്ട് കാര്യം പറയാനും നമുക്ക് IT'S ഉപയോഗിക്കാം. ഓക്കെ, പക്ഷെ ഒരു ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഒരു കാരണവശാലും പൊസസീവ് ഫോമിൽ IT'S പൊസസീവ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ IT'S ഇടാൻ പാടില്ല, അത് ITS എന്ന് മാത്രം ഇടാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാം. ഇതും ക്വസ്റ്റനിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത് റിലേറ്റീവ് പ്രൊണൗൺ. റിലേറ്റീവ് പ്രൊണൗൺ എന്ന് പറയുന്ന സാധനം ഇത് കുറച്ച് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കുറച്ച് ശ്രദ്ധിക്കണം. നോക്കുക, എന്താണ് റിലേറ്റീവ് പ്രൊണൗൺ ചെയ്യുന്ന ഒരു ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രൊണൗൺ ദാറ്റ് ഇൻട്രൊഡ്യൂസസ് എ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും, എന്നിട്ട് അത് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസുമായിട്ട് കണക്ട് ചെയ്യും അല്ലെങ്കിൽ ലിങ്ക് ചെയ്യും. അതാണ് ഒരു റിലേറ്റീവ് പ്രൊണൗൺ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എന്താണ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ്, എന്താണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്? ഈ സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ദാറ്റ് ഇസ് ദ പേഴ്സൺ ഹൂം ഐ ലവ് അല്ലേ. ഇവിടെ ദാറ്റ് ഇസ് ദ പേഴ്സൺ, അതുപോലെ തന്നെ ഐ ലവ്, രണ്ട് ക്ലോസ് ഉണ്ട്, 1, 2. ഈ ക്ലോസ് നോക്കി, ഇവിടെ ദാറ്റ് ഇസ് ദ പേഴ്സൺ എന്ന് പറയുന്ന ഈ ഒരു ക്ലോസ് നമുക്ക് വേറെ തന്നെ ഒരു സെപ്പറേറ്റ് സെൻറ്റൻസ് ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും എന്താണ്, അതൊരു അർത്ഥം കംപ്ലീറ്റ് ആണോ? ദാറ്റ് ഇസ് ദ പേഴ്സൺ എന്ന് മാത്രമായിട്ടൊരു സെൻറ്റൻസ് എടുക്കണം. ദാറ്റ് ഇസ് ദ പേഴ്സൺ ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ അത് അവിടെ മീനിങ് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ആ സെൻറ്റൻസിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആണ്. അത് വേറെ തന്നെ ഒരു സെൻറ്റൻസ് ആക്കിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് ഓൺ ഇറ്റ്സ് ഓൺ അല്ലേ, സ്വന്തമായിട്ട് നിലനിൽക്കാൻ പറ്റും ദാറ്റ് ഇസ് ദ പേഴ്സൺ എന്ന് പറയുന്ന ഒരു ക്ലോസ് മാത്രമായിട്ട് എടുത്താൽ. അപ്പോൾ അങ്ങനെ നമ്മളൊരു ക്ലോസ് മാറ്റിവെച്ചാൽ, സെപ്പറേറ്റ് ആയിട്ട് മാറ്റിവെച്ചാൽ, അതിൻ്റെ മീനിങ് പെർഫെക്റ്റ് ആയിട്ട് ഒരു പ്രശ്നവും പറ്റാതെ നിൽക്കുമെങ്കിൽ അല്ലേ, അങ്ങനെ നിൽക്കുമെങ്കിൽ അതൊരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുക, അതിന് വേറെ ഒരു ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ആശ്രയിക്കേണ്ട ആവശ്യമില്ല, സ്വന്തമായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, നിലനിൽക്കാൻ പറ്റും, വിത്തൗട്ട് എന്താണ് അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. പക്ഷേ വേറെ ടൈപ്പ് ക്ലോസ് ഉണ്ട്. ഇവിടെ രണ്ടാമത്തെ ക്ലോസ് ഐ ലവ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്ലോസ് ആണ്. ഈ ക്ലോസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മീനിങ് പെർഫെക്റ്റ് അല്ല, മീനിങ് കംപ്ലീറ്റ് അല്ല. ഐ ലവ് എന്ന് പറഞ്ഞാൽ മീനിങ് കംപ്ലീറ്റ് ആവില്ല. അങ്ങനെ നമ്മൾ മീനിങ് കംപ്ലീറ്റ് അല്ലാത്ത വേറെ ക്ലോസുകളെ ആശ്രയിക്കേണ്ട ടൈപ്പ് ക്ലോസുകളെയാണ് നമുക്ക് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയാം. ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. ഓക്കെ, ഇതാണ് ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഇൻഡിപെൻഡൻറ്റ് ക്ലോസും നമ്മൾ മെയിൻ ഡിഫറൻസ് സംഭവം. ഇതിനെക്കാട്ടൊക്കെ പിറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ക്ലോസ് എന്ന് പറയുന്നത്, ഒരു സെൻറ്റൻസിലെ ക്ലോസ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ഒരു സെൻറ്റൻസിൽ അല്ലെങ്കിൽ ഒരു ഭാഗം, ഒരു ക്ലോസ് നമുക്ക് എന്താ പറയുക, അതൊരു ക്ലോസ് ആണെന്ന് നമുക്ക് പറയണമെങ്കിൽ ബേസിക് ആയിട്ടുള്ളൊരു റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് അതിലൊരു സബ്ജക്റ്റ് വേണം, ഒരു വേർബും വേണം. ഒരു സബ്ജക്റ്റും വേർബും ഉണ്ടായാൽ അതൊരു ക്ലോസ് ആയി. അതുകൊണ്ടാണ് ഇവിടെ ഐ ലവ് എന്ന് പറയുന്നത് ഒരു ക്ലോസ് ആയി മാറിയത്. കാരണം ഐ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്, ലവ് എന്ന് പറഞ്ഞ വേർബ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഇൻഡിപെൻഡൻറ്റ് ക്ലോസും. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ റിലേറ്റീവ് പ്രൊണൗൺ, നമ്മളെ ഈ റിലേറ്റീവ് പ്രൊണൗൺ എന്ന് പറയുന്ന സാധനം ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെ എടുത്തിട്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് നമ്മൾ റിലേറ്റീവ് പ്രൊണൗൺസ് ഉള്ളത്? ഹൂ, വിച്ച്, ദാറ്റ്, ഹൂസ്, ഹൂം. ഇതൊക്കെയാണ് നമ്മുടെ റിലേറ്റീവ് പ്രൊണൗൺ എന്ന് പറയുന്നത്. ഹൂ, വിച്ച്, ദാറ്റ്, ഹൂസ്, ഹൂം. ഓക്കെ, ദാറ്റ് ഇസ് ദ പേഴ്സൺ ഹൂം ഐ ലവ് അല്ലേ. അപ്പോൾ അവിടെ ഈ ക്ലോസിനെയും രണ്ടാമത്തെ ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെ ലിങ്ക് ചെയ്യാണ് ഹൂം എന്ന് പറയുന്ന ഈ വേർബ്. ഹൂം എന്ന് പറയുന്ന വേർബ് അല്ല, സോറി, ഹൂം എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊണൗൺ. ദാറ്റ് ഇസ് ദ പേഴ്സൺ ഹൂം ഐ ലവ്, അതാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി അല്ലേ. ഹൂം ഐ ലവ്. ഹൂം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഹൂം അതുപോലെ ഹൂ, ഇത്തരം കാര്യങ്ങൾ, ഇത്തരം പ്രൊണൗൺസ് ഒക്കെ നമുക്ക് കൺഫ്യൂഷൻ ഒരുപാട് വരാൻ സാധ്യതയുള്ളതാണ് ടൈപ്പ് പ്രൊണൗൺസ് ആണ്.
അപ്പോൾ ഈ ടൈപ്പ് പ്രൊണൗൺസ് ഒക്കെ വരുമ്പോൾ നമ്മൾ മലയാളത്തിൽ അതിൻ്റെ മീനിങ് പറഞ്ഞു നോക്കുക. മലയാളത്തിൽ ഒന്ന് പറഞ്ഞു നോക്കുക. എന്താണ് സാധനം നമുക്ക് നോക്കാം. ഹൂ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താണ്? ആര് എന്നർത്ഥം. ആര് അല്ലേ? ആര്. പക്ഷേ ഹൂം ആണെങ്കിലോ WHOM ആണെങ്കിൽ ആരേ എന്നർത്ഥം. ആരെ. ആരെ എന്നാണ് അതിൻ്റെ ഒരു മീനിങ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആരെ. ആര് ആരെ. ഹൂ ഹൂ. ഇതിനൊരു ഡിഫറൻസ് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ് മുതൽ പറഞ്ഞത് ഏത് പ്രൊണൗൺ കിട്ടുകയാണെങ്കിലും നമുക്ക് കാണുകയാണെങ്കിലും അത് മലയാളത്തിൽ പറഞ്ഞു നോക്കിയാൽ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാവും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പേഴ്സൺ ഹൂം ഐ ലവ്. ദ പേഴ്സൺ ഹൂ സ്കോർസ് ദ ഹയസ്റ്റ് ഗെറ്റ്സ് ദ ഗോൾഡ് മെഡൽ. ദ പേഴ്സൺ എന്ന് പറയുന്ന ഇവിടെ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. സ്കോർസ് ദ ഹയസ്റ്റ് ഗെറ്റ്സ് ദ ഗോൾഡ് മെഡൽ. ഓക്കെ, അവിടെ ഹൂ എന്ന് പറയുന്നതാണ് നമ്മുടെ റിലേറ്റീവ് പ്രൊണൗൺ അല്ലേ. ദ കാർ ദാറ്റ് വി ബോട്ട് ഗിവ്സ് വെരി ഗുഡ് മൈലേജ് അല്ലേ. ദ കാർ ദാറ്റ് വി ബോട്ട്. അപ്പോൾ ദാറ്റ് എന്ന് പറയുന്നതാണ് ഇവിടെ റിലേറ്റീവ് പ്രൊണൗൺ. അത് റിലേറ്റ് ചെയ്യാണ്. ദ പേഴ്സൺ നെയിം പിന്നെ ഹയസ്റ്റ് ആയിട്ട് സ്കോർ ചെയ്യുന്ന ആൾ ഗോൾഡ് മെഡൽ കിട്ടും എന്ന് പറയുന്ന ആ ഒരു രണ്ട് കാര്യങ്ങളെ കണക്ട് ചെയ്യുക, ലിങ്ക് ചെയ്യുകയാണ് ദ ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊണൗൺ. അവിടെ ദാറ്റ്, ദ കാർ ദാറ്റ് വി ബോട്ട്. ഇതാണ് നമ്മുടെ റിലേറ്റീവ് പ്രൊണൗൺ ചെയ്യുന്ന ജോലി പറയുന്നത്. ദ ഡോഗ് ദാറ്റ് സ്റ്റോൾ ദ പൈ ഇസ് ബാക്ക്. ദ ഡോഗ് ദാറ്റ് സ്റ്റോൾ ദ പൈ അല്ലേ. ദാറ്റ്. മൈ ന്യൂ ഡോഗ് വിച്ച് ഐ ബോട്ട് ലാസ്റ്റ് ഇയർ ലവ്സ് മീ എ ലോട്ട്. വിച്ച് ഐ ബോട്ട് ലാസ്റ്റ് ഇയർ അല്ലേ. പിന്നെ ശ്രദ്ധിക്കുക, വേറൊരു കാര്യം കൊണ്ട് ചെയ്യാനുണ്ട്. ഇവിടെ ഡോഗ് ഇസ് ബാക്ക് എന്നാണ് ശരിക്കും പറഞ്ഞ സെൻറ്റൻസ് അല്ലേ. ദ ഡോഗ് ഇസ് ബാക്ക് എന്നാണ് ഇവിടെ സെൻറ്റൻസ് ശരിക്കും പറഞ്ഞത്. ദ ഡോഗ് ഇസ് ബാക്ക്. പക്ഷേ ഡോഗിനെ കുറിച്ച് എക്സ്ട്രാ ആയിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ പറയാം. ഡോഗ് ഏത് ഡോഗാണ്? ആ പൈ കട്ടെടുത്ത ഡോഗ് തിരിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ നോക്കാൻ മൈ ന്യൂ ഡോഗ് ലവ്സ് മീ എ ലോട്ട് എന്നാണ് ശരിക്കും സെൻറ്റൻസ്. പക്ഷേ അവിടെ ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിയ പട്ടി അല്ലെങ്കിൽ ഡോഗ് എന്നാണ് എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുക്കണം അല്ലേ. ശരിയാണ്. വിച്ച് ഐ ബോട്ട് ലാസ്റ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ തരാനും എന്ത് ഉപയോഗിക്കും നമ്മൾ റിലേറ്റീവ് പ്രൊണൗൺ ഉപയോഗിക്കും. ദ പേഴ്സൺ ഹു ബോട്ട് ഹിസ് മോട്ടോർ സൈക്കിൾ മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ് യെസ്റ്റർഡേ. ദ പേഴ്സൺ മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ് യെസ്റ്റർഡേ എന്നാണ് സെൻറ്റൻസ്. പക്ഷേ ഹു ബോട്ട് ഹിസ് മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് എക്സ്ട്രാ ആഡഡ് ഇൻഫർമേഷൻ ആണ് അല്ലേ. ആ ലോയർ ഹൂം വി എംപ്ലോയ്ഡ് റീസെൻ്റ്ലി ഇസ് റിലേറ്റഡ് ടു ദ കംപ്ലൈനൻറ്റ്. ആ ലോയർ ഇസ് റിലേറ്റഡ് ടു ദ കംപ്ലൈനൻ്റ് ആണ്. കംപ്ലൈനൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് കൊടുത്ത ആൾ അല്ലേ. ഹൂം വി എംപ്ലോയ്ഡ് റീസെൻ്റ്ലി. ഓക്കെ, ഇതാണ് നമ്മുടെ റിലേറ്റീവ് പ്രൊണൗൺ ആഡ് ചെയ്ത ഇൻഫർമേഷൻ. അവിടെ ശ്രദ്ധിക്കുക, ഹൂം എന്നാണ് വിളിക്കുന്നത്. ആരെ. ഹൂ അല്ല, ഹൂം. ആരെ. ഓക്കെ, റൈറ്റ്. ഈ റിഫ്ലെക്സീവ് പ്രൊണൗൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിഫ്ലെക്സീവ് പ്രൊണൗൺ എന്ന് പറയുന്നത് വേർഡ്സ് യൂസ്ഡ് ആസ് ഫോംസ് ഓഫ് പേഴ്സണൽ പ്രൊണൗൺസ് ഫോർ എംഫസിസ് ആണ് നമ്മുടെ പ്രധാനപ്പെട്ട വാക്ക് ഇവിടെ. അതായത് ഊന്നൽ കൊടുക്കുക, ഊന്നി സംസാരിക്കുക, ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്ട്രെസ് ചെയ്തിട്ട് സംസാരിക്കുന്നതാണ്. സ്ട്രെസ് ചെയ്തിട്ട് ഒരു കാര്യം സ്ട്രെസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് റിഫ്ലെക്സീവ് പ്രൊണൗൺ ഉപയോഗിക്കുന്നത്. ഓക്കെ, മൈസെൽഫ്, ആർസെൽഫ്സ്, ഹിംസെൽഫ്, ദംസെൽഫ്സ്, യോർസെൽഫ് അല്ലേ. ഓക്കെ, കഷ്ടമായല്ലോ. He spoke to himself. The reflexive pronoun himself tells that he did something to him. അതായത് എംഫസിസ് കൊടുത്ത് സംസാരിക്കാൻ. എംഫസിസ് എന്ന് പറയുമ്പോൾ സ്ട്രെസ് ചെയ്ത് സംസാരിക്കുക, ഊന്നൽ കൊടുത്ത് സംസാരിക്കുക. അതുപോലെ തന്നെ നമ്മളൊരു സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രവൃത്തി ആ സബ്ജക്റ്റിനോട് തന്നെയാണ് ചെയ്യുന്നത് അല്ലേ. സബ്ജക്റ്റ് അവനോട് തന്നെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ നമ്മൾ റിഫ്ലെക്സീവ് പ്രൊണൗൺ യൂസ് ചെയ്യും. ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് ഇങ്ങനെ. നമ്മൾ എംഫസിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. അതുപോലെ സെൻറ്റൻസിലെ പ്രവൃത്തി ചെയ്യുന്നത് ആ സബ്ജക്റ്റിനോട് തന്നെയാണെങ്കിൽ നമ്മൾ റിഫ്ലെക്സീവ് പ്രൊണൗൺ യൂസ് ചെയ്യും. അതുപോലെ പിന്നെന്താണ്, ഒരു സെൻറ്റൻസിൽ ഓബ്ജക്റ്റ് ഇല്ലെങ്കിൽ അല്ലേ, ഒരു എന്താണ് ട്രാൻസിറ്റീവ് വേർബ് അല്ലേ. ട്രാൻസിറ്റീവ് ആയിട്ടുള്ള വേർബ് ഉപയോഗിക്കുമ്പോൾ ആ വേർബിന് ഒരു ഓബ്ജക്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? റിഫ്ലെക്സീവ് പ്രൊണൗൺ ഉപയോഗിക്കണം. ക്വസ്റ്റ്യൻ വരുമ്പോൾ കുറച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, റീന സ്റ്റിൽ ഡസ് നോട്ട് ട്രസ്റ്റ് ഹെർസെൽഫ്. റീന ഡസ് നോട്ട് ട്രസ്റ്റ് ഹെർസെൽഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹെർസെൽഫ് അല്ലേ. കാരണം റീന എന്ന് പറഞ്ഞ സബ്ജക്റ്റിനോട് തന്നെയാണ്, സബ്ജക്റ്റിനെ തന്നെയാണ് ഈ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അല്ലേ.
സോ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആക്ടിവിറ്റി ചെയ്യുന്നത് ആരോട് തന്നെയാണ്? സബ്ജക്റ്റിനോട് തന്നെയാണ്. സോ ഹെർസെൽഫ്. ഹെർസെൽഫ് ഇസ് ദ റിഫ്ലെക്സീവ് പ്രോണൗൺ. ദ മെമ്പേഴ്സ് ആർഗ്യൂഡ് എമംഗ്സ്റ്റ് themselves. Argued amongst themselves. We often ask ourselves why we left Bangalore. We often ask ourselves why we left Bangalore. Ourselves. I often quote myself. Myself എന്നാണ് ഇരിക്കുന്നത് അല്ലേ? History often repeats itself. History often repeats itself. എന്ന് പറയും. ഓക്കെ. ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ. അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ ആണ്. ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ചോദ്യമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ? ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. വേർഡ്സ് യൂസ്ഡ് ഫോർ നൗൺസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. വാട്ട്, വിച്ച്, ഹൂ, ഹൂം, ഹൂസ്. Who loves chocolates? What do you mean? Which is fast? Whose birthday is today? ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ ഇതുപോലെ ഇൻട്രോഗേറ്റീവ് പ്രോണൗൺസ് ഉപയോഗിക്കും. വിച്ച്, ഹൂസ്. ഓക്കെ. ഇനി ഇൻഡെഫിനിറ്റ് പ്രോണൗൺ ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇൻഡെഫിനിറ്റ് പ്രോണൗൺ എന്താണ് സംഭവം? ദോസ് റെഫറിങ് ടു വൺ ഓർ മോർ അൺസ്പെസിഫൈഡ് ഒബ്ജക്ട്സ്, ബീയിങ്സ് ഓർ പ്ലേസസ്. അതായത് ബേസിക്കലി ഒരു കൃത്യമായിട്ട് ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ ബേസിക്കലി ഒരു വ്യക്തിയെ ഡിനോട്ട് ചെയ്യാതെ റെഫർ ചെയ്യാതെ ഓക്കെ അൺസ്പെസിഫൈഡ് ആയിട്ട് സംസാരിക്കുക, കൃത്യമായിട്ട് സംസാരിക്കാതെ. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എവ്രിബഡി അല്ലേ? എവ്രിബഡി, നോബഡി, സംബഡി, എവ്രിവൺ, എനിവൺ, സംവൺ, ഐദർ, നൈദർ, ഓൾ, മച്ച്, സെവറൽ, ഈച്ച് അതേഴ്സ്. കണ്ടല്ലേ ഈ പറയുന്ന സാധനമൊക്കെ? ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് ഇൻഡെഫിനിറ്റ് പ്രോണൗൺസിൻ്റെ. ഇൻഡെഫിനിറ്റ് പ്രോണൗൺ. ഈ ഇൻഡെഫിനിറ്റ് പ്രോണൗൺ ഒന്ന് എവ്രിബഡി അല്ലെങ്കിൽ എവ്രിവൺ, എനിബഡി അല്ലേ? എനിബഡി അതും ഒരു ഇൻഡെഫിനിറ്റ് പ്രോണൗൺ ആണ്. അപ്പോൾ എനിബഡി എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരാളെ റെഫർ ചെയ്യല്ല, പക്ഷേ നമ്മൾ ഇൻഡെഫിനിറ്റ് ആയിട്ടാണ് സ്പെസിഫൈ ചെയ്യുന്നില്ല അല്ലേ? ഇൻഡെഫിനിറ്റ് ആയിട്ടാണ് പറയുന്നത്. ആരെങ്കിലും അല്ലേ? അല്ലെങ്കിൽ എല്ലാവരും, ആരും. സംബഡി പറയുമ്പോൾ ആരെങ്കിലും അല്ലേ? എവ്രിവൺ എന്ന് പറയുമ്പോൾ എല്ലാവരും. ഇതൊക്കെയാണ് ഇൻഡെഫിനിറ്റ് പ്രോണൗൺ. എന്തുകൊണ്ടാണ് വിളിക്കാൻ കാരണം? ബിക്കോസ് ദേ ആർ നോട്ട് റെഫറിങ് ടു എനി സ്പെസിഫിക് പേഴ്സൺ. സ്പെസിഫിക് പേഴ്സണുമായിട്ട് സംസാരിക്കല്ല, റെഫർ ചെയ്യല്ല. വുഡ് എനിവൺ ലൈക്ക് എ കോഫി? വുഡ് എനിവൺ ലൈക്ക് എ കോഫി? ആർക്കെങ്കിലും ഒരു കാപ്പി വേണം. ഐ വാണ്ട് സമ്മൺ ടു മൂവ് ദിസ് നൗ. ഐ വാണ്ട് സമ്മൺ ടു മൂവ് ദിസ് നൗ. ഈ ഇൻഡെഫിനിറ്റ് പ്രോണൗൺസ് ഇത് ഇങ്ങനെ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഇൻഡെഫിനിറ്റ് പ്രോണൗൺസുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും മെയിനായിട്ട് ഈ ഇൻഡെഫിനിറ്റ് പ്രോണൗണിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ട വേർബ് എന്താണ്, അതുപോലെ ഈ സാധനം ഈ ഇൻഡെഫിനിറ്റ് പ്രോണൗൺ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന സെൻറ്റൻസിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൻഡെഫിനിറ്റ് പ്രോണൗൺ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏതൊക്കെയാണ് ഇൻഡെഫിനിറ്റ് പ്രോണൗൺ അല്ലേ? എവ്രിബഡി, നോബഡി, സംബഡി, എവ്രിവൺ, എനിവൺ, സംവൺ, ഐദർ, നൈദർ, സെവറൽ, ഈച്ച് അതേഴ്സ് അല്ലേ? എനിബഡി, നത്തിങ്, ഈച്ച്. ഇതൊക്കെ ഈച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈച്ചും അല്ലേ? എവ്രി, ഈച്ച്, എവ്രി ഇതൊക്കെ ഇൻഡെഫിനിറ്റ് പ്രോണൗൺ ആണ്. ഓഫ് ദോസ് ഹു സേ നത്തിങ് ഫ്യൂ ആർ സൈലന്റ് അല്ലേ? സേ നത്തിങ് എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് പ്രോണൗൺ ആണ്. എവറിത്തിങ് ഇസ് ഫണ്ണി ആസ് ലോങ് ആസ് ഇറ്റ് ഇസ് ഹാപ്പനിങ് ടു സംബഡി എൽസ്. എവറിത്തിങ്. ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് മ്യൂസിക് ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ടു. ഐ ഡോണ്ട് നോ എനിത്തിങ്. ഓൾ ഇൻ ദ ലോബി മസ്റ്റ് റിമെയിൻ സീറ്റഡ്. ഓൾ ഇൻ ദ ലോബി എന്ന് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ അല്ലാതെ ഇന്ന വ്യക്തി സീറ്റഡ് ആയിരിക്കണം എന്നല്ല. പ്ലീസ് ടേക്ക് സം ടു മിസ്സസ് ശർമ്മ. പ്ലീസ് ടേക്ക് സം ടു സം എന്ന് പറഞ്ഞിരിക്കുന്നത് അതും ഒരു ഇൻഡെഫിനിറ്റ് പ്രോണൗൺ. ഇൻഡെഫിനിറ്റ് പ്രോണൗൺ. ഇനി റെസിപ്രോക്കൽ പ്രോണൗൺ ഉണ്ട്. ഇതും കൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട സാധനം. വേർഡ്സ് യൂസ് ടു പോയിന്റ് ഔട്ട് മ്യൂച്വൽ റിലേഷൻഷിപ്പ്. മ്യൂച്വൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് റെഫർ ചെയ്യാൻ, പോയിന്റ് ഔട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് റെസിപ്രോക്കൽ പ്രോണൗൺ എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ പ്രോണൗൺ. അപ്പോൾ രണ്ട് ടൈപ്പ് സാധനം ഉള്ളത്. ഒന്ന് ഈച്ച് അതറും വൺ അനദർ. ഇത് ഏതൊക്കെ കേസിലാണ് ഉപയോഗിക്കേണ്ടത് മാത്രം പഠിച്ചാൽ മതി. നമ്മൾ ഈച്ച് അതർ ഉപയോഗിക്കേണ്ടത് രണ്ട് വ്യക്തികളെക്കുറിച്ച് പറയുമ്പോഴാണ് മാത്രമാണ് ഈച്ച് അതർ ഉപയോഗിക്കുക. രണ്ടിൽ കൂടുതൽ വ്യക്തികളാണെങ്കിൽ വൺ അനദർ ഉപയോഗിക്കണം. അത്രേ ഉള്ളൂ. ജാക്ക് ആൻഡ് ജിൽ ഹേറ്റ് ഈച്ച് അതർ. ജാക്ക് ആൻഡ് ജിൽ, ഇവിടെ ജാക്ക് ഉണ്ട്, ജിൽ ഉണ്ട്, രണ്ടുപേരായതുകൊണ്ട് ഈച്ച് അതർ ഉപയോഗിക്കാം. ദ കൺട്രീസ് വർക്ക് വിത്ത് വൺ അനദർ ഓൺ നാഷണൽ സെക്യൂരിറ്റി. വൺ അനദർ എന്ന് ഉപയോഗിക്കാൻ കാരണം ഇവിടെ കൺട്രീസ് മോർ ദാൻ 2 countries ഉണ്ട്. ഓക്കെ. ദ ഡെലിബറേറ്റ്ലി
blocked one another's proposals. One another's. One another എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടുപേരെ മോർ ദാൻ ടു അല്ലേ, രണ്ടുപേരെ കൂടുതൽ, രണ്ടിനേക്കാൾ കൂടുതൽ പേരെക്കുറിച്ച് പറയുമ്പോഴാണ് വൺ അനദർ യൂസ് ചെയ്യുന്നത് അല്ലേ. ദ ടീം മെമ്പേഴ്സ് പ്ലേഡ് ദ ഹാർട്ട്സ് ഔട്ട് ഫോർ വൺ അനദർ ബിക്കോസ് ടീം മെമ്പേഴ്സ് ആകുമ്പോൾ രണ്ടിൽ കൂടുതൽ ആളുകൾ എന്തായാലും ഉണ്ട്. ഹാവ് യു സീൻ ഈച്ച് അതർ സൊല്യൂഷൻ? ഈച്ച് അതർ, അവിടെ രണ്ടുപേരേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈച്ച് അതർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ബോത്ത് ടീംസ് പ്ലേഡ് ഹാർഡ് അഗൈൻസ്റ്റ് ഈച്ച് അതർ, ടീം രണ്ടുപേരേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഈച്ച് അതർ. ഒരു സെക്കൻഡ്. ദേ കാൺട്ട് സീ ഈച്ച് അതർ, അവിടെ ഈച്ച് അതർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ദേ എന്ന് പറയുമ്പോൾ അവിടെ രണ്ടുപേര് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ടുപേരാണെങ്കിൽ ഈച്ച് അതറും, മോർ ദാൻ ടു ആണെങ്കിൽ വൺ അനദർ. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ടൈപ്സ് ഓഫ് പ്രൊനൗൺസ് നമ്മൾ പഠിച്ചു. ടൈപ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാനുള്ളത് റൂൾസാണ്. റൂൾസ് നമുക്ക് നൗൺസിനേക്കാളും കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കുറച്ച് റൂൾസാണ് നമുക്ക് ഇതിലുള്ളത്, പ്രൊനൗൺസിലുള്ളത്. ഒന്നാമത്തെ റൂൾ നോക്കാം. റൂൾ നമ്പർ 1 എന്താണ്? അതായത് സിംഗുലർ പ്രൊനൗൺസ് ഉപയോഗിക്കുമ്പോൾ ഒരു സർട്ടൻ ഓർഡർ ഫോളോ ചെയ്യണം. സിംഗുലർ പ്രൊനൗൺസിൻ്റെ കാര്യമാണ് പറയുന്നത്. വെൻ ഇഫ് ദ പ്രൊനൗൺ ഇസ് സിംഗുലർ ആൻഡ് അത് ഒന്നിൽ കൂടുതൽ സിംഗുലർ പ്രൊനൗൺസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനൊരു സർട്ടൻ ഓർഡർ ഉണ്ട്. എന്താണ് ഓർഡർ? ആദ്യം സെക്കൻഡ് പേഴ്സൺ, പിന്നെ തേർഡ് പേഴ്സൺ, പിന്നെ ഫസ്റ്റ് പേഴ്സൺ. 2, 3, 1 തന്നെ ഓർഡറാണ്. 2, 3, 1. ഓക്കെ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ, ഈ ഒരു ഓർഡറിലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഐ ആൻഡ് യു ആർ ഗോയിങ് ടു ബാംഗ്ലൂർ ടുമോറോ. ആദ്യം സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, പിന്നെ ഫസ്റ്റ് പേഴ്സൺ അല്ലേ. ഐ ആൻഡ് യു ആർ ഗോയിങ് ടു ബാംഗ്ലൂർ ടുമോറോ എന്ന് ഇവിടെ സിംഗുലർ പ്രൊനൗൺസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്, ആദ്യം സെക്കൻഡ് പേഴ്സൺ വരണ്ട അല്ലേ, ഫസ്റ്റ് പേഴ്സൺ അവസാനം വരണ്ട. 2, 3, 1. സോ യു ആൻഡ് ഐ ആർ ഗോയിങ് ടു ബാംഗ്ലൂർ. ഇത് തെറ്റാണ്, ഇതാണ് കറക്റ്റ്. യു ആൻഡ് ഐ, സെക്കൻഡ് പേഴ്സൺ പിന്നെ ഫസ്റ്റ് പേഴ്സൺ അല്ലേ, സെക്കൻഡ് പേഴ്സൺ പിന്നെ ഫസ്റ്റ് പേഴ്സൺ. യു ആൻഡ് ഐ ആർ ഗോയിങ് ടു ബാംഗ്ലൂർ ടുമോറോ. യു, രാജ് ആൻഡ് ഐ വിൽ ടേക്ക് പാർട്ട് ഇൻ ദ കോമ്പറ്റീഷൻ. യു സെക്കൻഡ് പേഴ്സൺ, രാജ് തേർഡ് പേഴ്സൺ ആയിട്ട് കൂട്ടാം അല്ലേ, പ്രൊനൗൺ അല്ലെങ്കിലും. ഐ ഫസ്റ്റ് പേഴ്സൺ. സോ 2, 3, 1 തന്നെ ഓർഡർ ഫോളോ ചെയ്യണം. ഇഫ് ഇറ്റ് ഇസ് സിംഗുലർ പ്രൊനൗൺസ് ആണെങ്കിൽ 2, 3, 1 തന്നെ ഓർഡർ ഫോളോ ചെയ്യണം. വെൻ അത് ഒന്നിൽ കൂടുതൽ അല്ലേ, ഒന്നിൽ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 2, 3, 1. ഇനി സിംഗുലർ പ്രൊനൗണിൻ്റെ കേസിൽ മാത്രമാണ്. പ്ലൂറൽ പ്രൊനൗണിൻ്റെ കേസിലാണെങ്കിലോ ഓർഡർ 1, 2, 3 തന്നെയാണ്. 1, 2, 3 ആണ് ഓർഡർ വരുന്നത്. പ്ലൂറൽ പ്രൊനൗൺസിൻ്റെ കേസിലാണെങ്കിൽ ഓർഡർ ഇസ് 1, 2, 3. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ അല്ലേ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. വി, യു ആൻഡ് ദേ ആർ ലീവിങ് ഫോർ മുംബൈ ടുമോറോ. വി, യു ആൻഡ് ദേ ആർ ലീവിങ് ഫോർ മുംബൈ ടുമോറോ. ഞങ്ങൾ, നിങ്ങൾ ആൻഡ് അവർ, ഞങ്ങളും നിങ്ങളും അവരും, ഞങ്ങളും നിങ്ങളും അവരും അല്ലേ. സോ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ആർ ലീവിങ് ഫോർ മുംബൈ ടുമോറോ. ഓക്കെ, ഇനി അൺപ്ലസൻറ്റ് ആയിട്ടുള്ള ആക്ടുകൾ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, ആക്ടിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ സിംഗുലർ പ്രൊനൗൺ ഷുഡ് ബി യൂസ്ഡ് ആസ് ബിലോ. സിംഗുലർ പ്രൊനൗൺ നമ്മൾ ഉപയോഗിക്കേണ്ടത് 1, 2, 3 തന്നെ ഓർഡർ തന്നെ ആയിരിക്കണം. 1, 2, 3 എന്ന് പറയുന്ന ഓർഡറിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഐ ആൻഡ് യു വിൽ ബി പണിഷ്ഡ്. അപ്പോൾ സിംഗുലർ പ്രൊനൗൺസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, സാധാരണഗതിയിൽ ഉപയോഗിക്കുമ്പോൾ 2, 3, 1 എന്നാണ് ഓർഡർ. പക്ഷേ അത് പ്ലൂറൽ ആണെങ്കിൽ 1, 2, 3. അതുപോലെ തന്നെ സിംഗുലർ പ്രൊനൗൺസ് എന്തെങ്കിലും അൺപ്ലസൻ്റ് ആയിട്ടുള്ള ആക്ടിനെ കുറിച്ചാണ്, അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ 1, 2, 3. എന്താണ് അൺപ്ലസൻ്റ് ആക്ട്? ഐ ആൻഡ് യു വിൽ ബി പണിഷ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ 1, 2, 3 ഫോമിന് യൂസ് ചെയ്യാതെ അല്ലേ, ഐ ആൻഡ് യു. അതുപോലെ റെപ്രിമാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നല്ലപോലെ തെറി കേൾക്കാൻ സാധ്യതയുണ്ട് അല്ലേ. എന്തായാലും നമുക്ക് നല്ല തെറിവിളി കേൾക്കേണ്ടി വരും. തെറിവിളി എന്ന് മാത്രമല്ല, ക്രിറ്റിസിസം. റെപ്രിമാൻഡ്, ശക്തമായിട്ടുള്ള ഒരു അപലപനം ഉണ്ടാവും. അപ്പോൾ അവിടെ അതുകൊണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള അൺപ്ലസൻ്റ് ആയിട്ടുള്ള ആക്ട് ആയതുകൊണ്ട് തന്നെ ഐ, യു ആൻഡ് ഹി എന്നാണ് പറയുന്നത്. ഐ യു ആൻഡ് ഹി. രണ്ടാമത്തെ റൂൾ, റിഫ്ലെക്സീവ് പ്രൊനൗൺ കുഡ് നോട്ട് ബി യൂസ്ഡ് വിത്ത് ദ ഫോളോയിങ് വെർബ്സ്. ഏതൊക്കെയാണ്? ക്വാളിഫൈ, സ്റ്റോപ്പ്, കീപ്പ്, ടേൺ,
bathe, rest, move, hide. ഈ പറയുന്ന വേർബ്സിൻ്റെ കൂടെ ഒന്നും റിഫ്ലെക്സീവ് പ്രോണൗൺ യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. ക്വാളിഫൈ. ഹി ഹിഡ് ഹേർസെൽഫ്, സോറി, ഓക്കെ, ഇത് ഷീ ആക്കാം അല്ലേ. ഷീ ഹിഡ് ഹേർസെൽഫ് ഇൻ ദ ക്ലോസറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഹൈഡ് അല്ലേ, ഹൈഡ് എന്ന് പറയുന്ന വേർബ് ഉണ്ട്. ഹൈഡ് എന്ന് പറയുന്ന വേർബിൻ്റെ കൂടെ റിഫ്ലെക്സീവ് പ്രോണൗൺ യൂസ് ചെയ്യാൻ പാടില്ല. സോ ഷീ ഹിഡ് ഇൻ ദ ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്ലോസറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഡ്രസ്സൊക്കെ വെക്കുന്ന അലമാര എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഷീ ഹിഡ് ഹേർസെൽഫ് ഇൻ ദ ക്ലോസറ്റ്. ഷീ ഹിഡ് ഹേർസെൽഫ് അല്ല, ഷീ ഹിഡ് ഇൻ ദ ക്ലോസറ്റ് എന്ന് പറഞ്ഞിട്ട്. ഷീ ഹാസ് ക്വാളിഫൈഡ് ഹിംസെൽഫ്. ഓക്കെ, ഇത് ഹി ആക്കാം നമുക്ക്. ഹി ഹാസ് ക്വാളിഫൈഡ് ഹിംസെൽഫ് ഫോർ ദ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെയും തെറ്റാണ്. ക്വാളിഫൈ എന്ന് പറഞ്ഞ വേർബിൻ്റെ കൂടെ റിഫ്ലെക്സീവ് പ്രോണൗൺ ഉപയോഗിക്കാൻ പാടില്ല. സോ ഹി ഹാസ് ക്വാളിഫൈഡ് ഫോർ ദ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ യു ഷുഡ് കീപ് യുവർ സെൽഫ് അവേ ഫ്രം ഓൾ ദീസ് ഡിസ്ട്രാക്ഷൻസ്. കീപ്പിൻ്റെ കൂടെ യുവർ സെൽഫ് എന്ന് പറയുന്ന റിഫ്ലെക്സീവ് പ്രോണൗൺ ആവശ്യമില്ല. കീപ്പ് അവേ, യു ഷുഡ് കീപ്പ് അവേ ഫ്രം ഓൾ ദീസ് ഡിസ്ട്രാക്ഷൻ. അപ്പോൾ ക്വാളിഫൈ, സ്റ്റോപ്പ്, കീപ്പ്, ടേൺ, ബേത്ത്, റെസ്റ്റ്, മൂവ്, ഹൈഡ്. ഇതിനൊന്നും കൂടെ എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? റിഫ്ലെക്സീവ് പ്രോണൗൺ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ്, പക്ഷേ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. കാരണം നമുക്ക് അടുത്ത് പറയാനുള്ളത് സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, പൊസസീവിൻ്റെയൊക്കെ കേസാണ് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സബ്ജക്റ്റീവ് ഏതൊക്കെയാണ്, സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, പൊസസീവ്. ഇത് ഏതൊക്കെയാണെന്ന്? ഐ, യു, ഹി, ഷീ, ഇറ്റ്, മീ, യു, ഹിം, ഹെർ, ഇറ്റ് അല്ലേ. ഇതൊക്കെ എന്താണ് എപ്പോഴും ആലോചിക്കുക. ഇതൊക്കെ മലയാളത്തിൽ ഓർത്ത് വെക്കുക, മലയാളത്തിൽ പറഞ്ഞു വെക്കുക ഇതിൻ്റെ മീനിങ്. റൂൾ 3 പറയുന്നത്രേ യൂസ് ഓൺലി ദ ഒബ്ജക്റ്റീവ് ഫോം ഓഫ് പ്രൊനൗൺസ് ആഫ്റ്റർ വേർബ്സ് ആൻഡ് പ്രപ്പോസിഷൻസ്. വേർബിന് ശേഷവും അല്ലേ, വേർബിന് ശേഷവും പ്രപ്പോസിഷന് ശേഷവും വരുന്ന പ്രൊനൗൺസ് ഉണ്ടെങ്കിൽ അത് ദാറ്റ് ഷുഡ് ബി ഇൻ ഒബ്ജക്റ്റീവ് ഫോം. ബിറ്റ്വീൻ യു ആൻഡ് ഐ, ടീനാസ് ബ്യൂട്ടിഫുൾ അല്ലേ. ബിറ്റ്വീൻ യു ആൻഡ്, ഈ ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലേ, ആൻഡിന് ശേഷം നമ്മൾ ഇങ്ങനെയല്ല, ഒബ്ജക്റ്റീവ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. ഒബ്ജക്റ്റീവ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. മീ ആണ് യൂസ് ചെയ്യുക, ഐ അല്ല. യു ആൻഡ് മീ. ഇവിടെ യുവും ഒബ്ജക്റ്റീവാണ്, നിൻ്റെയും എൻ്റെയും ഇടയിൽ അല്ലേ. ഇവിടെ ടീന ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, യു ആൻഡ് ഐ, ടീനാസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ അത് തെറ്റാണല്ലേ. ഇവിടെ നമുക്ക് ഐ ആം ബ്യൂട്ടിഫുൾ എന്നുള്ള അതായത് കുറച്ചുകൂടെ ബെറ്റർ അല്ലേ. ഐ ആം ബ്യൂട്ടിഫുൾ. ബിറ്റ്വീൻ യു ആൻഡ് മീ ഐ ആം ബ്യൂട്ടിഫുൾ അല്ലേ. അവിടെ യു ഉണ്ട്, മീ ഉണ്ട്. ഈ രണ്ടുപേരെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ് ബിറ്റ്വീൻ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കുക, ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരെ കുറിച്ച് പറയുമ്പോൾ ആ പ്രോണൗൺ, ബോത്ത് ദ പ്രോണൗൺ ഷുഡ് ബി ഇൻ ഒബ്ജക്റ്റീവ് ഫോം അല്ലേ. ബിറ്റ്വീൻ യു ആൻഡ് മീ, നിൻ്റെയും എൻ്റെയും, നിൻ്റെയും എൻ്റെ ഇടയിൽ ഞാനാണ് ബ്യൂട്ടിഫുൾ. ഓക്കെ, സോ ഐ എന്ന് യൂസ് ചെയ്യാൻ പാടില്ല, യു ഹാവ് ടു യൂസ് മീ, ഒബ്ജക്റ്റീവ് ഫോം. ഷീ ഈസ് ടീച്ചിങ് ഡാനി ആൻഡ് ഹീ എന്നല്ല അവർ എന്താ പറയുക, ഷീ ഈസ് ടീച്ചിങ് ഡാനി ആൻഡ് ഹിം. ഡാനിയെയും അവനെയും അവർ പഠിപ്പിക്കുകയാണ്. ഓക്കെ, ലെറ്റ് ദം ഗോ, ലെറ്റ് ദം ഗോ അല്ലേ, അവരെ പോകാൻ അനുവദിക്കും. ഷീ അക്യൂസ്ഡ് ഹിം ഓഫ് സ്റ്റീലിംഗ് ദ ലാപ്ടോപ്പ്. ദേ വർ മോക്കിംഗ് അറ്റ് അസ് ഡ്യൂറിംഗ് ദ പ്ലേ അല്ലേ. ദേ വർ മോക്കിംഗ് അറ്റ് അസ് എന്നാണ് വിളിക്കുന്നത്, അല്ലാതെ മോക്കിംഗ് അറ്റ് വി എന്നല്ല. ലെറ്റ് ഹെർ പ്ലേ ഫോർ എ വൈൽ. ലെറ്റ് ഷീ പ്ലേ എന്ന് പറയാൻ പാടില്ല അല്ലേ. ലെറ്റ് ഹെർ പ്ലേ. ജെനിഫർ വാണ്ട്സ് ടു മീറ്റ് ഹിം. മീറ്റ് ഹിം എന്നാണ്, അല്ലാതെ ഹീ എന്നല്ല. ഓക്കെ, ഇനി നാലാമത്തെ പ്രോണൗൺ, നാലാമത്തെ റൂൾ എന്ന് പറയുന്നത്, ഇത്രേ ഉള്ളൂ. നമ്മൾ certain അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ഫോം ഓഫ് പ്രോണൗൺ എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് പഠിച്ചത്. ഇറ്റ് വാസ് മീ ഹു ഹെൽപ് യു ഇൻ ദ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പ്രോണൗണിൻ്റെ പ്രോണൗൺ ഒന്ന് മലയാളത്തിൽ പറഞ്ഞു നോക്കുക, എന്താണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഇവിടെ മീ എന്ന് പറയുന്നത് ശരിക്കും എന്നെ എന്നർത്ഥം, എന്നെ അല്ലേ. മീ എന്ന് പറയുമ്പോൾ എന്നെ എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ എന്താ വേണ്ടത്? ഞാനാണ് എന്നെ ആ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്തിരുന്നത്, ഞാൻ എന്നാണ് പറയേണ്ടത്. സോ മീ അല്ല, സബ്ജക്റ്റീവ് ഫോമാറ്റിൽ ഐ വേണം. ഇറ്റ് ഇസ് ഐ ഹു ഹെൽപ് യു. ഇറ്റ് വിൽ ബി അസ് ഹു വിൽ റെപ്രസെൻറ്റ് ദ സ്ക്വാഡ്. അസ് അല്ല, കാരണം എന്താണ്, ഞങ്ങളാണ് സ്ക്വാഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി വി. ഇറ്റ് വിൽ ബി വി ഹു വിൽ റെപ്രസെൻറ്റ്. അതുകൊണ്ടാണ് മലയാളത്തിൽ പറഞ്ഞു നോക്കുക. വി എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ്, അസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എന്നാണ്. വാസ് ഇറ്റ് ഹിം ഹു ഫിനിഷ്ഡ് ലാസ്റ്റ്? വാസ് ഇറ്റ് ഹിം അല്ല, വാസ് ഇറ്റ് ഹി ഹു ഫിനിഷ്ഡ് ലാസ്റ്റ്. ഓക്കെ, അടുത്ത റൂൾ നമ്പർ 5. ബോത്ത് ഇസ് ടു ബി ഫോളോഡ് ബൈ ആൻഡ് ഓൾവേസ്, ബട്ട് എന്താണ്, ബൈ ആൻഡ് അല്ലേ. ഓൾവേസ് ബട്ട് നോട്ട് ആസ് വെൽ ആസ്.
എപ്പോഴും ബോത്തിന് ശേഷം ആൻഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ബോത്തിന് ശേഷം ഒരിക്കലും ആസ് വെൽ ആസ് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ബോത്ത് യു ആസ് വെൽ ആസ് ഹിം ഹാവ് ബീൻ പണിഷ്ഡ് എന്ന് പറയുന്നത് തെറ്റാണ്. ബോത്ത് യുവിന് ശേഷം ആസ് വെൽ ആസ് എന്ന് പറയാൻ പാടില്ല. എന്താ പറയേണ്ടത്? ബോത്ത് യു ആൻഡ് ഹിം. എപ്പോഴും ആൻഡ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. യു ഷുഡ് നെവർ യൂസ് ആസ് വെൽ ആസ്. ബോത്ത് ഇസ് ടു ബി ഫോളോഡ് ബൈ ആൻഡ് ഓൾവേസ്. ബോത്ത് യു ആൻഡ് ഹിം ഹാവ് ബീൻ പണിഷ്ഡ്. ഇനി 6, റൂൾ നമ്പർ 6 എന്ന് പറയുന്നത് ഐദർ നൈദർ ഈച്ച് അതർ ആർ യൂസ് വെൻ സ്പീക്കിംഗ് അബൌട്ട് 2 persons ഓർ തിങ്സ്. ഓക്കെ, നൺ ഓഫ് ഹിസ് 2 daughters ഇസ് കറന്റ് ഇന്ത്യ. 2 ഡോട്ടേഴ്സിനെ കുറിച്ച് പറയുന്നത് അല്ലേ. 2 daughters ആണെങ്കിൽ നമ്മൾ പറയേണ്ടതാണ് സ്പീക്കിംഗ് അബൌട്ട് 2 persons ഓർ തിങ്സ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഐദർ നൈദർ അല്ലെങ്കിൽ ഈച്ച് അതർ ആണ്. ഓക്കെ, രണ്ടായതുകൊണ്ട് തന്നെ എന്താ പറയേണ്ടത്? നൈദർ ഓഫ് ഹിസ് 2 daughters എന്നാണ് പറയുക. നണ്ണ് നമ്മളെപ്പോഴും യൂസ് ചെയ്യുക മോർ ദാൻ 2 ആകുമ്പോഴാണ് നൺ യൂസ് ചെയ്യുക അല്ലേ. റോബ് ആൻഡ് ജെയിൻ ലവ് വൺ അനദർ. 2 പേരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? ഈച്ച് അതർ ആണ് പറയേണ്ടത്, അല്ലാതെ വൺ അനദർ അല്ല. സോ റോബ് ആൻഡ് ജെയിൻ ലവ് ഈച്ച് അതർ. വൺ അനദർ ആവണമെങ്കിൽ എപ്പോഴാവുക? 2ൽ കൂടുതലാവണം അല്ലേ. ഇനി ഐദർ നൈദർ ഈച്ചർ എന്ന് പകരം എനിവൺ അല്ലേ. എനിവൺ നണ്ണ് വൺ അനദർ. ഈ എനിവൺ നൺ വൺ അനദർ ഐദറിൻ്റെയും നൈദറിൻ്റെയും ഈച്ച് അതറിൻ്റെയും തന്നെ വേറൊരു ഫോമാണ് അല്ലേ. ഐദറിന് പകരം നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? എനിവൺ. നൈദറിന് പകരം നണ്ണ്, ഈച്ച് അതറിന് പകരം വൺ അനദർ. വൈൽ റെഫറിങ് ടു മോർ ദാൻ 2 persons ഓർ തിങ്സ്. ഐദർ ഓഫ് ഹിസ് 6 children ഹാസ് മൂവ്ഡ് അബ്രോഡ് എന്നല്ല, കാരണം 6 children ആണ്, 6 മക്കളുണ്ട്. അപ്പോൾ മോർ ദാൻ 2 ആണ്. സോ ഐദർ ഓഫ് എന്നല്ല, എന്താ പറയുക? എനിവൺ ഓഫ് ഹിസ് 6 children ഹാസ് മൂവ്ഡ് അബ്രോഡ്. ഓക്കെ, അടുത്ത് രാജ്, സുരേഷ് ആൻഡ് ടീന ഹെൽപ്ഡ് ഈച്ച് അതർ. രാജുണ്ട്, സുരേഷ് ഉണ്ട്, ടീന ഉണ്ട്, 3 പേരുണ്ട്. അപ്പോൾ 2ൽ കൂടുതലാണ്. 2ൽ കൂടുതലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? വൺ അനദർ ആണ്. വൺ അനദർ, ഈച്ച് അതർ അല്ല, വൺ അനദർ. ഓക്കെ, അതിൻ്റെ 2 ഡിഫറൻസ് മനസ്സിലാക്കുക. റൈറ്റ്. ഇനി 7ാമത്തെ റൂൾ, നമ്മൾ വെൻ വി ആർ റെഫറിങ് ടു എ ചോയ്സ് ബിറ്റ്വീൻ 2 or more than 2 things or persons അല്ലേ. 2 or 2ൽ കൂടുതലോ വ്യക്തികളെക്കുറിച്ചോ അല്ലെങ്കിൽ വസ്തുക്കളെക്കുറിച്ചോ ഉള്ള ഒരു ചോയ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ, ചോയ്സിനാണ് റെഫർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഹൂവിന് പകരം നമ്മൾ യൂസ് ചെയ്യേണ്ടത് വിച്ച് ആണ്. എന്താണ്? ഓഫ് ദ 2 brothers ഹൂ ഇസ് ദ മോർ സ്മാർട്ട് എന്ന് പറയുമ്പോൾ അല്ലേ, ഹൂ ഇസ് ദ മോർ സ്മാർട്ട് എന്ന് വേണം. ദ അത്യാവശ്യമാണ്. ഹൂ ഇസ് മോർ സ്മാർട്ട് അല്ല, ഹൂ ഇസ് ദ മോർ സ്മാർട്ട് ആണ് പെർഫെക്റ്റ്. പക്ഷെ ശ്രദ്ധിക്കുക, ഹൂ എന്ന് യൂസ് ചെയ്യാൻ പാടില്ല. 2 ബ്രദേഴ്സിലെ ആരാണ് കൂടുതൽ സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചോയ്സാണ്. 2ൽ ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഹൂ എന്ന് ചോദിക്കാൻ പാടില്ല. പകരം എന്താ ചോദിക്കേണ്ടത്? വിച്ച് എന്ന് ചോദിക്കേണ്ടത്. വിച്ച് ഇസ് ദ മോർ സ്മാർട്ട്. ഇൻസ്റ്റെഡ് ഓഫ് ഹൂ, ആസ്ക് വിച്ച്. ഹൂ ഇസ് യുവർ ബ്രദർ ഇൻ ദ ക്രൗഡ് അല്ല, വിച്ച് ഇസ് യുവർ ബ്രദർ. വിച്ച് ഇസ് യുവർ ബ്രദർ ഇൻ ദ ക്രൗഡ്. ഹൂ ഇസ് ദ ബെറ്റർ ഓഫ് ദ 2 football players മെസ്സി ആൻഡ് റൊണാൾഡോ. വിച്ച് ഇസ് ദ ബെറ്റർ ഓഫ് ദ 2 എന്നാണ് ചോദിക്കുക. നമ്മൾ സാധാരണഗതിയിൽ ഹൂ എന്ന് ചോദിക്കാനാണ് നമ്മൾ ആലോചിക്കുക. പക്ഷേ ഹൂ അല്ല, വിച്ച് ആണ്. ഓക്കെ, ഹൂ ഇസ് യുവർ ബ്രദർ എന്നൊക്കെ ഉള്ളല്ല, വിച്ച് ഇസ് യുവർ ബ്രദർ. അതുപോലെ ഹൂ ഇസ് ദ ബെറ്റർ ഓഫ് ദ 2 football players മെസ്സി ആൻഡ് റൊണാൾഡോ. വിച്ച് ഇസ് ദ ബെറ്റർ ഓഫ് ദ 2 എന്നാണ്. ബിക്കോസ് വി ആർ റെഫറിങ് ടു എ ചോയ്സ് ബിറ്റ്വീൻ 2 or more than 2 തിങ്സ് അല്ലെങ്കിൽ പേഴ്സൺസ്. അങ്ങനെ ഒരു ചോയ്സ് ആണ് പറയുന്നതെങ്കിൽ ഹൂ അല്ല, വിച്ച് ആണ്. അത് 7ാമത്തെ റൂൾ. ഓക്കെ, അപ്പോൾ റൂൾസ് കഴിഞ്ഞു. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് നിർത്താം. 1ാമത്തെ ക്വസ്റ്റ്യൻ, അൺലെസ് 2 or more members object to him joining the committee, we shall have to accept his application for membership. അൺലെസ് 2 or more members object എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒന്നുകിൽ അല്ല, മിനിമം ഒരു 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ, മിനിമം 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ അവൻ കമ്മിറ്റിയിൽ ജോയിൻ ചെയ്യുന്നതിന് എതിർക്കാതെ നമുക്ക്, അല്ലെങ്കിൽ എതിർത്തില്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എതിർപ്പ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അവൻ്റെ ആപ്ലിക്കേഷൻ, മെമ്പർഷിപ്പിനുള്ള ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. വി ഷാൽ ഹാവ് ടു. ഓക്കെ, പക്ഷേ ശ്രദ്ധിക്കുക, ഇവിടെ കമ്മിറ്റിയിൽ ജോയിൻ ചെയ്യുന്നത്, ആ കമ്മിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു കാര്യം പറയുമ്പോൾ
ഹിം ജോയിനിങ് ദ കമ്മിറ്റി അല്ല, അവിടെ നമ്മൾ പൊസസീവ് ഫോമാണ് യൂസ് ചെയ്യുക. ഓക്കെ, ആ ഒരു പ്രവൃത്തിയെ റെഫർ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ പൊസസീവ് ഫോമാണ് യൂസ് ചെയ്യുക. അല്ലേ, കമ്മിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന ആ പ്രവൃത്തി, അല്ലേ, കമ്മിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന ആ പ്രവൃത്തിയെ റെഫർ ചെയ്ത് പറയുമ്പോൾ ഹിസ് ജോയിൻ ഇൻ ദ കമ്മിറ്റി എന്ന് പറയാം, ഹിം ജോയിൻ ഇൻ ദ കമ്മിറ്റി അല്ല. ഒബ്ജക്റ്റ് ടു ഹിസ് ജോയിൻ ഇൻ ദ കമ്മിറ്റി, ഓപ്ഷൻ ബി, ഹിസ് ജോയിനിങ് ദ കമ്മിറ്റി. ഓക്കെ, I was surprised and pleased when I was informed of me winning the contest. കാരണം അവിടെ വീണ്ടും ഞാൻ കോൺടെസ്റ്റ് ജയിക്കുന്നത് എന്ന് പറയുന്ന സാധനം പറയുമ്പോൾ ഐ വാസ് ഇൻഫോംഡ് ഓഫ് മൈ വിന്നിങ് എന്ന് പറയാം, പൊസസീവ് ഫോമാണ്. ഓക്കെ, ഞാൻ കോൺടെസ്റ്റ് ജയിക്കുന്ന ആ പ്രവൃത്തിയെ റെഫർ ചെയ്ത് പറയുന്നതുകൊണ്ട് തന്നെ അവിടെ എന്ത് വേണം, പൊസസീവ് ഫോം നിർബന്ധമാണ്. ഓക്കെ, പൊസസീവ് ഫോം നിർബന്ധമാണ്. മൈ വിന്നിങ് ദ കോൺടെസ്റ്റ് ആണ്. ഓപ്ഷൻ ഏതാണ്? ബി ആണല്ലേ. ഓക്കെ, ബി. Our dog may look ferocious, but that wouldn't hurt a fly. Our dog may look ferocious, but that wouldn't hurt a fly. That അല്ല, നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് എന്താണ്? പ്രൊനൗൺ ഇസ് സ്ട്രോങ്, ഇറ്റ് എന്ന് പറയും അല്ലേ. ഇറ്റ് വുഡൻറ്റ് ഹേർട്ട് എ ഫ്ലൈ എന്ന് പറയും. ഡോഗിനാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. ഡോഗ് ഇസ് ദ ആൻറ്റിസിഡൻറ്റ് അല്ലേ. ഇറ്റ് വുഡൻറ്റ് ഹേർട്ട് എ ഫ്ലൈ, കാരണം ആൻറ്റിസിഡൻറ്റിന് അനുസരിച്ചിട്ടാണല്ലോ പ്രൊനൗൺ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ ഓപ്ഷൻസ്, no one can predict the future accurately, isn't it? ശ്രദ്ധിക്കുക, no one can predict the future accurately. ഇവിടെ നമ്മൾ റൂളായിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. no one എന്ന് പറയുന്നത് ഒരു ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആണ് അല്ലേ. ഒരു ഇൻഡെഫിനിറ്റ്, കൃത്യമായിട്ട് വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആണിത് അല്ലേ, no one. അപ്പോൾ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ആയിട്ടുള്ള ഏത് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആണെങ്കിലും ഓക്കെ, നോ വൺ അല്ലെങ്കിൽ ഏത് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴും നമ്മൾ സെൻറ്റൻസിൽ സ്റ്റേറ്റ്മെൻ്റ് അകത്ത് അത് സിംഗുലർ ആയിരിക്കണം അല്ലേ. നോ വൺ, സംവൺ, സംബഡി, എനിവൺ, എനിബഡി, നോബഡി, നത്തിങ് അല്ലേ, എനിബഡി, എവ്രിബഡി, എവ്രിവൺ. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് സിംഗുലർ വേർബ്സിൻ്റെ കൂടെയാണ് അല്ലേ. ഇസ്, വാസ്, ആസ് എന്നൊക്കെ പറയുന്ന സിംഗുലർ വേർബ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ അത് സ്റ്റേറ്റ്മെൻ്റ് അകത്ത് മാത്രമാണ്. സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കുമ്പോൾ അല്ലേ, വെൻ ദ സബ്ജക്റ്റ് ഓഫ് എ സെൻറ്റൻസ് ഇസ് എൻ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആൻഡ് ഇറ്റ് ഹാസ് എ ക്വസ്റ്റ്യൻ ടാഗിൽ വരുമ്പോൾ അതിൻ്റെ സബ്ജക്റ്റ് വിൽ ഓൾവേസ് ബി ദേ, പ്ലൂറലായിട്ട് മാറും. എപ്പോഴും ദേ ആണ് വരിക. ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആണോ സെൻറ്റൻസിലെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിലെ സബ്ജക്റ്റ്, ക്വസ്റ്റ്യൻ ടാഗിൻ്റെ സബ്ജക്റ്റ് വിൽ ബി ദേ. അത് ഏത് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആണെങ്കിലും ദേ മാത്രമേ വരാൻ പാടുള്ളൂ, അത് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, പിന്നെ നമ്മൾ ആ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്ന വേർബ്, അത് ആ വേർബ് തന്നെ ഉപയോഗിക്കുക. ഇവിടെ ക്യാൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ക്യാൻ തന്നെ ഉപയോഗിക്കണം. പക്ഷേ ഇവിടെ നോ വൺ ക്യാൻ പ്രഡിക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോ വൺ ക്യാൻ പ്രഡിക്റ്റ് ആകുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വേണം, പോസിറ്റീവ് ആണ്. സോ ക്യാൻ ദേ എന്നാണ് ഉപയോഗിക്കുക, ഇസ്ഇറ്റ് അല്ല. ക്യാൻ ദേ, ഓപ്ഷൻ സി, ക്യാൻ ദേ. All the doubts are cleared between you and I. All the doubts are cleared between you and I അല്ല, you and me അല്ല. ബിറ്റ്വീൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബിറ്റ്വീൻ എന്ന് പറയുകയാണെങ്കിൽ you and I അല്ല, me എന്ന് പറയാം. നിൻ്റെയും എൻ്റെയും ഇടയ്ക്ക് അല്ലേ, നിൻ്റെയും എൻ്റെയും, you and me. അവിടെ ഓബ്ജക്റ്റീവ് ഫോമാണ് വേണ്ടത്, ഓപ്ഷൻ സി. The front page story was about a boy that had hurt himself while saving a child in an accident. About a boy that had hurt അല്ല, ബോയ് എന്താണ്, ദാറ്റ് അല്ല, ഒരു ലിവിങ് ഓബ്ജക്റ്റ് ആണെങ്കിൽ, ലിവിങ് തിങ് ആണെങ്കിൽ, ഓബ്ജക്റ്റ് അല്ല, ലിവിങ് തിങ് ആണെങ്കിൽ നമ്മൾ ഹൂ എന്ന് പറയും അല്ലേ. ബോയ് ഹൂ ഹാഡ് ഹേർട്ട് ഹിംസെൽഫ് വൈൽ സേവിങ് എ ചൈൽഡ് ഇൻ ആൻ ആക്സിഡൻറ്റ്. ലിവിങ് തിങ് ആണെങ്കിൽ റിലേറ്റീവ് പ്രൊനൗൺ ഹൂ ആയിരിക്കും, ഓപ്ഷൻ ബി. ഇറ്റ് ഇസ് നോട്ട് ഐ ഹൂ ഇസ് ടു ബ്ലെയിം എന്ന് പറയുമ്പോൾ ഹൂ റിലേറ്റീവ് പ്രൊനൗൺ അല്ലേ. ഇവിടെ ഹൂ എന്ന് പറയുന്നത് റിലേറ്റീവ് പ്രൊനൗൺ ആണ്. ഈ റിലേറ്റീവ് പ്രൊനൗണിന് തൊട്ട് മുന്നിലുള്ള സാധനമായിരിക്കും അതിൻ്റെ ആൻറ്റിസിഡൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഐ എന്ന് പറയുന്നത് ആൻറ്റിസിഡൻ്റ് ആണ് അല്ലേ, ആൻറ്റിസിഡൻറ്റ്. ഈ ആൻറ്റിസിഡൻറ്റ്
ആൻറ്റിസിഡൻറ്റിനെ അപേക്ഷ അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വേർബ് ഉപയോഗിക്കുക അല്ലേ, വേർബ് ഉപയോഗിക്കേണ്ട വേർബ്. സോ ഐ ഹൂ ഇസ് ടു ബ്ലെയിം ആണ്, ആൻറ്റിസിഡൻ്റ് ആണ് ഐ. അപ്പോൾ ഐന് പറ്റിയ വേർബ് ആരാണ്? ഇസ് അല്ല, ആം അല്ലേ. ഇറ്റ് ഇസ് നോട്ട് ഐ ഹൂ ആം ടു ബ്ലെയിം. ഹൂ ആം ടു ബ്ലെയിം ഇത് പ്രോപ്പർ ഗ്രാമറാണ്. ഓക്കെ, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ഈച്ച് ഓഫ് ദം ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് ദിയർ റെസ്പോൺസിബിലിറ്റി. ഈച്ച് ഓഫ് ദം, ഈ ഈച്ച് എന്ന് പറയുന്നത് ഇൻഡെഫിനറ്റ് പ്രൊണൗൺ ആണ്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് എന്താണ്? അത് സിംഗിളർ ആയിരിക്കണം. സോ ഹാസ് എന്ന് പറയുന്നത് സിംഗിളർ വേർബ് തന്നെ ഉപയോഗിക്കണം, ഹാസ് ടു അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ദിയർ റെസ്പോൺസിബിലിറ്റി അല്ല, ഹിസ് റെസ്പോൺസിബിലിറ്റി. കാരണം ദിയർ എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്, നമുക്ക് വേണ്ടത് സിംഗിളറാണ്. സോ ഹിസ് റെസ്പോൺസിബിലിറ്റി, ഓപ്ഷൻ സി. ഹിസ് റെസ്പോൺസിബിലിറ്റി, ഓപ്ഷൻ സി. വി ആർ പ്രൗഡ് ടു അനൗൺസ് ദാറ്റ് എവ്രി വൺ ഓഫ് us ഹാവ് ഏൺഡ് എ ഗുഡ് നെയിം. അല്ലേ, വി ആർ പ്രൗഡ് ടു അനൗൺസ് ദാറ്റ് എവ്രി വൺ ഓഫ് us. എവ്രി വൺ എന്ന് പറയുന്നതും ഇൻഡെഫിനിറ്റ് പ്രൊണൗൺ ആണ്. സോ ഹാസ് ഏൺഡ് എന്ന് പറയാം, ഹാവ് ഏൺഡ് അല്ല, അല്ലേ. സിംഗിളർ വേർബ് ആയിട്ടുള്ള ഹാസ് ഏൺഡ് ആയിരിക്കണം. ഹാസ് ഏൺഡ് എ ഗുഡ് നെയിം, ഓപ്ഷൻ ബി. ഹിയർ ഇസ് ദ മാൻ ഹൂം ഐ തിങ്ക് കമ്മിറ്റഡ് ദ ക്രൈം. ഹിയർ ഇസ് ദ മാൻ ഹൂം ഐ തിങ്ക്, അല്ലേ. ഹൂ ഐ തിങ്ക് ആണ്, കാരണം ഹൂം എന്ന് പറയുമ്പോൾ ആരെ എന്നർത്ഥം. ഹൂം എന്ന് പറഞ്ഞാൽ ആരെ എന്ന അർത്ഥം. പക്ഷെ നമുക്കതല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? ആര്. ആ ക്രൈം കമ്മിറ്റ് ചെയ്തത് അല്ലേ ആ ആളാണെന്ന് ഞാൻ കരുതുന്ന ആളാണ്, അല്ലേ. ക്രൈം കമ്മിറ്റ് ചെയ്ത ആളാണെന്ന് ഞാൻ കരുതുന്ന ആളാണിത്. ഹിയർ ഇസ് ദ മാൻ ഹൂ ഐ തിങ്ക് ആണ്. അവിടെ ആരെ എന്ന് പറയേണ്ട ആവശ്യമില്ല, ആര് മതി. ആര്. ഓക്കെ, അപ്പോൾ ഹൂ എന്ന് വെച്ചാൽ ആരെന്നും ഹൂ എന്ന് വെച്ചാൽ ആരെന്നും അർത്ഥം. ആ ഡിഫറൻസ് മനസ്സിലാക്കുക. ഹൂം അല്ല, വി നീഡ് ഹൂ. ഹിയർ ഇസ് ദ മാൻ ഹൂ ഐ തിങ്ക് കമ്മിറ്റഡ് ദ ക്രൈം. അവിടെ ഹൂമിൻ്റെ ആവശ്യമില്ല, ഓപ്ഷൻ ബി. The company is in debt and has been unable to pay their employee salaries for the past 6 months. Pay their employees അല്ല, കാരണം ഇവിടെ കമ്പനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കമ്പനി അല്ലേ, അതുപോലെ ഇസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദിയാർ അല്ല, ഇസ് സോറി ഇറ്റ്സ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എംപ്ലോയീസ്, ഓപ്ഷൻ സി. ഇറ്റ്സ് എംപ്ലോയീസ്. Governments and business houses must reduce its own energy use and promote conservation to their citizens and employees. ഓക്കെ, ഇവിടെ ഗവൺമെൻറ്റ്സ് ആൻഡ് ബിസിനസ് ഹൗസസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ സബ്ജക്റ്റ് പ്ലൂറലാണ്. സോ ഇറ്റ്സ് എന്നല്ല, ഇറ്റ്സ് എന്ന് പറയുമ്പോൾ സിംഗിളർ പ്രൊണൗൺ ആണ്. നമുക്ക് ദിയാർ എന്ന് വേണം. റെഡ്യൂസ് ദിയർ ഓൺ എനർജി യൂസ്, ഓപ്ഷൻ ബി. ദിയർ ഓൺ എനർജി യൂസ്. ഹി ടോക്ഡ് ഓൺ ദ ഫോൺ ഫോർ hours together who really irritated his parents a lot. ഹി ടോക്ഡ് ഓൺ ദ ഫോൺ. ഓൺ ദ ഫോൺ എന്ന് പറയുന്നത് പ്രോപ്പർ ഇംഗ്ലീഷ് ആണ്, പ്രശ്നമൊന്നുമില്ല, കറക്റ്റാണ്. അപ്പോൾ hours together which really irritated. ഹൂ അല്ല, അവിടെ വിച്ച് ആണ് നമുക്ക് വേണ്ടത്, അല്ലേ. വിച്ച് റിയലി ഇറിറ്റേറ്റഡ് ഹിസ് പേരൻസ് a lot, ഓപ്ഷൻ സി. The two brothers shouted at one another in public. Two brothers ആണ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ one another അല്ല, each other. Each other എന്ന് വേണം. Each other in public, ഓപ്ഷൻ ബി. The poor woman poisoned her and her own children. The poor woman poisoned her and, അതായത് poor woman ആണ് ഇവിടെ സബ്ജക്റ്റ്. സബ്ജക്റ്റിനോട് തന്നെയാണ് ഈ പോയ്സൺഡ് എന്ന് പറയുന്ന വേർബ് പ്രവൃത്തി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ herself എന്ന് പറയുന്ന റിഫ്ലെക്സീവ് പ്രൊണൗൺ ആണ്. herself and her own children, ഓപ്ഷൻ ബി. herself. I moved myself away from the family and I regret it. മൂവിൻ്റെ കൂടെ myself റിഫ്ലെക്സീവ് പ്രൊണൗൺ യൂസ് ചെയ്യാൻ പാടില്ല. So I moved away from my family and I regret it. I, you and he are leaving for Mumbai tomorrow. Leaving for Mumbai tomorrow അതുപോലെ തന്നെ സിംഗുലർ പ്രൊണൗൺസ്. സിംഗുലർ പ്രൊണൗൺസ് നമ്മൾ സാധാരണ കേസിൽ ഉപയോഗിക്കുമ്പോൾ ഓർഡർ ഷുഡ് ബി 2, 3, 1. അപ്പോൾ എന്താണ് വരിക? ആദ്യം യു, he ആൻഡ് ഐ, അല്ലേ, ആർ ഗോയിങ് ടു, ഓപ്ഷൻ എ. he bathed himself in a river. ബേത്തിൻ്റെ കൂടെ ഹിംസെൽഫ് എന്ന് പറയുന്ന റിഫ്ലെക്സ് പ്രൊണൗൺ യൂസ് ചെയ്യാൻ പാടില്ല. സോ he bathed in a river എന്ന് പറയുന്നത് ഓപ്ഷൻ എ. Neither of the 5 partners has taken responsibility for the situation. 5 partners എന്ന് പറയുമ്പോൾ 5 പേര് 2-ൽ കൂടുതലാണ്, ഡെഫിനറ്റ്ലി ഗ്രേറ്റർ ദാൻ 2. സോ neither അല്ല, none of the 5 partners, ഓപ്ഷൻ എ. Who is the better player between the two? അല്ല, which is the better player, അല്ലേ. Which is the better player of the two, option A. Okay, so that's it. നമ്മളുടെ സെഷനോടെ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ പ്രൊനൗൺസിൻ്റെ കോൺസെപ്റ്റുകൾ നമ്മൾ ഒരുപാട്
മിക്ക മെയിനായിട്ടുള്ള പല മേജർ ആയിട്ടുള്ള കോൺസെപ്റ്റും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്താണ് കോൺസെപ്റ്റാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റോടെ ശ്രദ്ധയോടെ അല്ലേ പ്രാധാന്യം അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റാണ് ഇതൊക്കെ. റൈറ്റ്, അതിലൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ടോപ്പിക്കിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്